ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ ജീവിതത്തിൻ്റെ അനുഭവം ഞങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും എന്നെ വീക്ഷിക്കുന്നതായ വ്യൂവേഴ്സിനും അതുപോലെ കർത്താവിന്റെ വലിയ ദാസി റേച്ചൽ സഹോദരി അവർക്ക് എല്ലാവർക്കും വീണ്ടും വരുന്നതിനാകുന്ന യേശുനാമത്തിൽ എന്റെ സ്നേഹവാന്മാർത്തെ ഞാൻ അറിയിക്കാം. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്ന സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നമ്മുടെ കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ടങ്ങളുടെ ദാസനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും സംസാരിക്കാനുള്ള കൃപ കൊടുത്താട്ടെ. കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ സാന്നിധ്യത്തിൽ അല്പസമയം ഇരുത്തിയാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവദാസനെ ഇനിയുള്ള സമയം ഞാൻ ദൈവദാസന് നൽകി തരികയാണ്. ദൈവദാസന്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ എല്ലാവർക്കും വന്ദനം. എന്റെ പേര് പാസ്റ്റർ BJ ജോൺ. ഞാൻ ജനിച്ചത് കേരളത്തില് കോട്ടയം ജില്ലയിൽ ചിങ്ങോനം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. എൻ്റെ മാതാപിതാക്കന്മാര് എൻ്റെ വളരെ ചെറു പ്രായത്തിൽ, അതായത് എനിക്ക് 1.5 വയസ്സുണ്ടായിരുന്നപ്പോൾ അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അതിന് കാരണം ഞാനായിരുന്നു. കാരണം എനിക്കൊരു രോഗം വന്നിട്ട് ഏതാണ്ട് 2-3 മണിക്കൂർ ഞാൻ അബോധാവസ്ഥയിൽ കിടന്നു എന്നാണ് എൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞത്. ആ സമയത്ത് ഒരു ഡോക്ടറെ കാണുവാനുള്ളതായ സാഹചര്യമൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഏതോ ചില പാസ്റ്റർമാരെ വിളിച്ചിട്ട് അവര് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. ഞാൻ ആ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത്. അന്ന് ആ സമയം തന്നെ എൻ്റെ മാതാവും പിതാവും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. അതിനുശേഷം നിയമാനുസരണമായി അവർ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അതിനോടനുബന്ധിച്ച് ഞാൻ വളർന്നു. ഒരു 4-5 വയസ്സ് പ്രായമായപ്പോൾ മുതൽ നിയമാനുസരണമായിട്ട് ഞാൻ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സെക്യുലർ സ്കൂൾ ജീവിതവും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വളർന്ന സമയത്ത് ചർച്ചില് ഞങ്ങളുടെ യൂത്ത് വിങ്ങിലൊക്കെ ഞാൻ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് എനിക്ക് പാസ്സാകുവാൻ സാധ്യമായില്ല. ഞാൻ തോറ്റുപോയി. ഒരു വർഷം ട്യൂട്ടോറിയൽ കോളേജിൽ പോയിട്ടും 10ാം ക്ലാസ് പാസ്സാകാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പഠിക്കാൻ എന്തുമാത്രം മിടുക്കനായിരുന്നു എന്ന്. പക്ഷെ 10ാം ക്ലാസ്സിന് ശേഷം എനിക്ക് ചില കൂട്ടുകാരെയൊക്കെ കിട്ടി. അവർ ക്രിസ്തുവിലല്ലായിരുന്നു, അവർ രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു. അവരുമായിട്ട് സഹകരിച്ച് ഞാനും സ്ലോലി എന്ന് പറയാൻ ഞാൻ ബാക്ക് സ്ലൈഡിന്റെ അവസ്ഥയിലേക്ക് പോയി. ലൗകികപരമായിട്ട് ജീവിച്ചു. എല്ലാവിധമാകുന്ന വെറിക്കൂത്തുകളിൽ ഞാൻ ഭാഗവാക്കായി. ആ സമയത്ത് എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നെക്കുറിച്ച് വളരെ ഭാരം തോന്നി. അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ സാക്ഷ്യം പറഞ്ഞതനുബന്ധിച്ച് കേൾവിക്കാരായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ 42 വർഷം കൊണ്ട് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പം ഞങ്ങളുടെ ആരാധന ഞങ്ങൾ കൂടുതലും മലയാളം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹിന്ദിയിലാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് ഒരു ഫ്ലുവൻസി ഒരു അല്പം കുറയും. അത് നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ
ഞാൻ ബാക്ക്സ്ലൈഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ കുറിച്ച് വളരെ ഭാരമായിരുന്നു. എൻ്റെ ചർച്ചില് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചില് പാസ്റ്റർ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് എനിക്ക് 17 വയസ്സ് പ്രായമുണ്ട്, 18 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഞാനും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ചോദ്യം ചോദിച്ചു. എന്നെ വീട്ടിൽ വിളിക്കുന്നത് തമ്പി എന്നാണ്, എൻ്റെ ഒഫീഷ്യൽ പേരാണ് VJ ജോൺ എന്ന് പറഞ്ഞത്. അപ്പൊ എന്നോട് തമ്പി, നിനക്ക് ബൈബിൾ സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഒന്ന് മനസ്സിലായിക്കോട്ടെ, ഞാൻ വളരെ ബാക്ക് സൈഡ് ആയിട്ട് വളരെ വെറിയനായിട്ട് താമസിക്കുന്ന സമയമാണ്, ജീവിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് എനിക്ക് ബൈബിൾ സ്കൂളിൽ പോകാൻ താല്പര്യമില്ല എന്ന് പറയുവാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. ഞാൻ പറഞ്ഞു, ശരി പാസ്റ്റർ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തെ പാസ്റ്റർ അച്ചായൻ എന്നാണ് വിളിക്കുന്നത്. അച്ചായൻ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നീ ഒരാഴ്ച കൊണ്ട് തയ്യാറായിക്കൊള്ളണം. നിനക്ക് വേണ്ടിയുള്ള സകല അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ബൈബിൾ സ്കൂളിൽ കൊണ്ടാക്കി. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചു. ബൈബിൾ സ്കൂൾ ജീവിതം കഴിഞ്ഞതിന് ശേഷം ഞാൻ വെളിയിൽ വന്നു. അപ്പോൾ വെളിയിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ പാസ്റ്ററോടൊപ്പമായിട്ട് സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി മിക്ക സമയം അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു. അദ്ദേഹവുമായിട്ട് ഇടപെടുകയും സഹകരിക്കുകയും സഭയുടെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കലാണ് എൻ്റെ വിവാഹം കഴിയുന്നു. വിവാഹം കഴിഞ്ഞ സമയത്ത് ആ വിവാഹത്തോടനുബന്ധിച്ച് എൻ്റെ പാസ്റ്ററും എൻ്റെ പിതാവും തമ്മിൽ അവർ തമ്മിൽ എന്തോ മാനസിക പ്രയാസം ഉണ്ടായിട്ട് എൻ്റെ അപ്പൻ പറഞ്ഞു, ഇനി മുതൽ നമ്മൾ ആ ചർച്ചിൽ പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോ വേറെ ഒരു ചർച്ചിലേക്ക് പോകാൻ വേണ്ടി എൻ്റെ അപ്പൻ ഞങ്ങളെ സജസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ആ ചർച്ചിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ വരുന്നില്ല, ഞാൻ എങ്ങും ആരാധനയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബൈബിൾ സ്കൂൾ ജീവിതം കഴിഞ്ഞ് ചർച്ചിലെ ആരാധനയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിച്ച വ്യക്തിയാണ്. അപ്പോൾ ആ വേറൊരു ചർച്ചിൽ പോകാനാണെങ്കിൽ ഞാൻ വരുന്നില്ല, ഞാൻ എങ്ങും വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ വീട്ടിലിരിപ്പ് എൻ്റെ ജീവിതത്തിൽ വീണ്ടും എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരുമായിട്ട് സഹകരിക്കാൻ തുടങ്ങി. വീണ്ടും ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആ ലോകത്തിന്റെ ആ സകല ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വെറിക്കൂത്തിൽ പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. എൻ്റെ വൈഫിന് മാനസികമായി വളരെ പ്രയാസം ഉണ്ടാക്കി. അദ്ദേഹം പലപ്പോഴും എൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. നമ്മൾ ദൈവമക്കളാണ്, നിങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്, കർത്താവിന്റെ വേല ചെയ്ത വ്യക്തിയാണ്, അതുകൊണ്ട് ഈ ഒരു പിന്മാറ്റം നമുക്ക് നല്ലതല്ല, അതുകൊണ്ട് മടങ്ങി വരണമെന്ന് അദ്ദേഹം എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ആ സമയത്തൊന്നും ചെവിക്കൊണ്ടില്ല. അങ്ങനെ ഏതാണ്ട് ഒരു 7-8 മാസം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു, എനിക്ക് കാരണം 45 വർഷം പഴയ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ എല്ലാം എനിക്ക് ഓർമ്മ വരത്തില്ല. അപ്പോൾ എൻ്റെ വൈഫിന്റെ വീട്ടിൽ ഒരു 3-4 ദിവസത്തേക്ക് പോയി നിന്നു. പുള്ളിക്കാരുടെ വീട് കോട്ടയത്ത് മീനടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെ അടുത്ത് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. പാസ്റ്റർ ജോസഫ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ എന്താണെന്ന് എനിക്കറിയില്ല. യാദൃശ്യമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. എൻ്റെ വൈഫ് യാദൃശ്യമായിട്ട് ആ ഉപവാസ പ്രാർത്ഥനയിൽ പോയി സംബന്ധിച്ചു. ആ പ്രാർത്ഥനയോടനുബന്ധിച്ച് ആ ദൈവദാസൻ എൻ്റെ വൈഫിന്റെ അടുക്കൽ വന്ന് ഒരു നല്ല ദൈവിക ദൂത് അദ്ദേഹത്തോട് പ്രവചനം പറഞ്ഞു. അത് പുള്ളിക്കാരുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. പുള്ളിക്കാരിക്ക് അത് ജെന്യൂനായിട്ട് തോന്നി. പുള്ളിക്കാരി വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു വർഷം തമ്പിച്ചായ ആ പ്രാർത്ഥനയ്ക്ക് തമ്പിച്ചാനും ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ മനസ്സോടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വൈഫിന്റെ വീട്ടിൽ ചെന്നു. വ്യാഴാഴ്ച വൈകിട്ട് അവിടെ അന്തിയിറങ്ങിയ ശേഷം രാവിലെ എഴുന്നേറ്റ് തയ്യാറായി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി ചർച്ചിനോട് അടുക്കുന്ന സ്ഥലത്ത് എൻ്റെ വൈഫിന്റെ വീട്ടിൽ നിന്ന്
1 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പൊ വീട്ടിലിരിക്കുമ്പോഴേ അവിടുത്തെ ഡ്രം അടിക്കുന്നതൊക്കെ ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പൊ അവരവിടെ പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വൈഫിനോട് താൻ മുമ്പേ പൊക്കോ, ഞാൻ പറഞ്ഞ് വന്നേക്കാൻ മതി. കാരണം നമ്മൾ തമ്മിൽ ആരാണെന്ന് ആരും അറിയരുത്. ഒരു പ്രവാചകൻ അടുക്കലേക്ക് പോകുന്നത്, അതുകൊണ്ട് അദ്ദേഹം പോലും അറിയരുത് നമ്മളിപ്പോൾ ഭാര്യയും ഭർത്താവുമാണെന്ന്. അതുകൊണ്ട് താൻ മുൻപേ പൊക്കോ, ഞാൻ പറഞ്ഞ് വന്നേക്കാന്ന് പറഞ്ഞു. പുള്ളിക്കാരി മുൻപേ പോയി. ഞാൻ അവിടെ നിന്ന് ഒരു സിഗരറ്റൊക്കെ വലിച്ചു ശേഷമായിട്ട് പേരയുടെ ഇലയും മറ്റൊക്കെ വായിലിട്ട് ചവച്ചു വൃത്തിയാക്കി. പിന്നെ അവിടെ അടുത്തൊരു ചെറിയൊരു തോടുണ്ടായിരുന്നു, അവിടുന്ന് വെള്ളമൊക്കെ എടുത്ത് വായിൽ ഒഴിച്ച് കുളിക്കൊഴിഞ്ഞൊക്കെ ശേഷം ഞാൻ അവിടെ ചെന്നിട്ട് ഏറ്റവും പുറകിൽ പോയി ഞാൻ ഇരിക്കുകയാണ്. അങ്ങനെ പുറകിൽ പോയി ഇരുന്ന് അവിടെ ആരാധന ആരംഭിച്ചു. ആത്മാവിൽ വലിയ ആരാധന നടക്കുന്നു. ആ ആരാധനയുടെ ഇടയില് ആ ദൈവദാസൻ നടന്ന് എന്റെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം എന്റെ തലയിൽ കൈവച്ചിട്ട് പറയുകയാണ്, ഞാൻ ഫലവത്തായ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലിയും കെട്ടി, അതിന്റെ നടുവിൽ ഒരു ചക്കും കുഴിച്ചിട്ടു, ഫലം കായ്ക്കുമോ എന്ന് ഞാൻ കാത്തിരുന്നു. പക്ഷെ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. ആ ദൈവദാസന്റെ ആ ഒരു കാരണം എന്നെ പുള്ളിക്ക് അറിയത്തില്ല. എന്റെ വൈഫ് അതിന് മുമ്പ് ഒരാഴ്ച അവിടെ പോയിട്ടുണ്ട്. എന്റെ വൈഫിന്റെ ഭർത്താവ് ഞാനാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷെ അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, കായ്ച്ചത് കാട്ടുമുന്തിരിയാന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയായിരുന്നു എന്നും ദൈവദിനം പഠിച്ച കാര്യവും എല്ലാം കൂടെ പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട്, ഇപ്പോൾ നിന്നെ തന്നെ നീ ഏറ്റു പറഞ്ഞ് ദൈവസ്ഥനിൽ വീണ്ടും സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ നിന്നെ തരിശു ഭൂമിയായി കിടക്കുന്നതായ സ്ഥലങ്ങളിലേക്ക് ഞാൻ നിന്നെ അയക്കുവാൻ ആഗ്രഹിക്കുന്നു, സമർപ്പിക്കുക എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. വീണ്ടും ആരാധനാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ തന്നെ ഞാൻ തയ്യാറാക്കി. വീണ്ടും ഞാൻ ആക്റ്റീവായി നമ്മുടെ കോട്ടയത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് താഴേക്ക് ഇറങ്ങി കഞ്ഞിപ്പുഴയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ആ റെയിൽവേ ക്രോസിംഗ് താഴെ കൂടെ അവിടെ ഒരു ഗുഹ വഴിയാണ് പോകുന്നത്. അതിന്റെ തൊട്ടടുത്തൊരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ പേര് പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്നാണ്. അതിന്റെ റെയിൽവേ ലൈനിന്റെ 2 സൈഡിലും ചേരിയായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് എന്നെ ശുശ്രൂഷിക്കൊണ്ട് ഏൽപ്പിച്ചത്. ഞാൻ അവിടെ ഞാൻ 2-2.5 വർഷം അവിടെ ശുശ്രൂഷിച്ചു. അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാങ്ങാട് എന്ന സ്ഥലത്ത് ഒരു KJ ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്ത മനുഷ്യനാണ്. എവരിയോൻ ഹുസൈനോട് കൂടെ അനേക വർഷങ്ങൾ വർക്ക് ചെയ്തതിനു ശേഷമായിട്ട് പുള്ളിക്കാരൻ നാട്ടിൽ താമസിക്കാണ്. അപ്പൊ അദ്ദേഹം എന്റെ ചർച്ചിലെ മെമ്പറാണ്. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു മാഗസിൻ കിടക്കുന്നു. ആ മാഗസിന്റെ പേര് മിഷണറി മെസ്സഞ്ചർ എന്നാണ്. എല്ലാവർക്കും അറിയാം, പാസ്റ്റർ PG വർഗീസിന്റെ മാഗസിൻ ആണത്. അതിനകത്ത് ഒരുപാട് നോർത്ത് ഇന്ത്യയിലെ വർക്കിനെ കുറിച്ച് ഒരുപാട് വിവരണങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ലാസ്റ്റ് കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു, നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷ വേലക്കാരെ ആവശ്യമുണ്ട്, താല്പര്യമുള്ളവർ അപേക്ഷിക്കുക എന്നാണ് അതിൽ കിടന്നത്. അപ്പോൾ എനിക്കപ്പോൾ 2.5 വർഷം മുമ്പ് ദൈവത്തിലെ ആത്മാവ് എന്നെ ഓർമ്മിപ്പിച്ച അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ ആ മെസ്സേജ് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ ആ മെസ്സഞ്ചറിൽ നിന്നും അവരുടെ അഡ്രസ് എഴുതിയെടുത്ത് ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ലെറ്റർ എഴുതി പാസ്റ്റർ PG വർഗീസിന്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. ആ മാഗസിനകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഇല്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഇന്ത്യൻ യുവാജോ ടീമിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. നോർത്ത് ഇന്ത്യയിലെ ഒരു വർക്കിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തിനോട് ലെറ്റർ എഴുതി, എന്റെ പേര് ഇന്നതാണ്, അതുകൊണ്ട് എന്റെ പേര് BJ ജോൺ, ഞാൻ ഇപ്പോൾ കർത്താവിന്റെ പേരിൽ കോട്ടയത്ത് കർത്താവിന്റെ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് വന്ന കർത്താവിന്റെ പേര് ഞാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചാലും ലെറ്റർ എഴുതി. അപ്പോൾ
ഞാൻ അയച്ച ലെറ്റർ 2 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് മറുപടി ലഭിച്ചില്ല. അപ്പൊ ഞാൻ അതങ്ങ് അവോയ്ഡ് ചെയ്ത്. ഒരുപക്ഷെ അവര് നമുക്ക് മറുപടി അയക്കില്ലായിരിക്കും, ഒരുപക്ഷെ അവർ താല്പര്യപ്പെടുന്നില്ലായിരിക്കാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എന്റെ വർക്കിൽ ഞാൻ വീണ്ടും എന്റെ ചർച്ചിൽ തന്നെ, എന്റെ മിനിസ്ട്രി എവിടെയാണോ അവിടെ ഞാൻ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ റാന്നിക്കടുത്ത് വെച്ചുച്ചിറ, നമുക്ക് എല്ലാവർക്കും അറിയാം, വെച്ചുച്ചിറയിൽ നിന്നൊരു ലെറ്റർ വരുന്നു. ആ ലെറ്റർ അയച്ചത് ഒരു പാസ്റ്ററല്ല, അദ്ദേഹത്തിന്റെ പേര് VS വർഗീസ് എന്നാണ്. വാലുമണ്ണിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുകാരൻ. അദ്ദേഹത്തിന് ലെറ്റർ എനിക്ക് കിട്ടി. അദ്ദേഹം എന്നോട് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ബ്രദർ ജോൺ, നിങ്ങൾ പാസ്റ്റർ PG വർഗീസിന് അയച്ച ലെറ്റർ അദ്ദേഹം എനിക്ക് ഫോർവേഡ് ചെയ്ത്, ആ ലെറ്റർ ഇപ്പോൾ എന്റെ കൈവശമുണ്ട്. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്റെ അടുക്കൽ വെച്ചുച്ചിറയിൽ വന്നിട്ട് വരണം. ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നിങ്ങളെ അയക്കണമോ അയക്കണ്ടായോ എന്ന് ഞാൻ തീരുമാനിക്കുന്നു പറഞ്ഞു. ആ ലെറ്റർ കിട്ടിയതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചുച്ചിറയിൽ ചെന്നു. അതിനകത്ത് അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു. അദ്ദേഹം എന്നെ ഇന്റർവ്യൂ ചെയ്തു. ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല, നിങ്ങളെ ഞാൻ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ എപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 1 മാസത്തെ സമയം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മാസത്തെ സമയം വാങ്ങിയിട്ട് 1982 ഞാന് പഞ്ചാബിലുള്ള പഠാൻകോട്ടിലേക്ക് ഞാൻ യാത്രയായി. അവിടെ ചെന്ന് പാസ്റ്റർ PG വർഗീസ് ഇതിനേക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഈ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവെ, നീ എന്നെ അയക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നീ അയക്കുക. എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല, അദ്ദേഹം ആരാണ്, എങ്ങനെയാണ്. ഒരു ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ഒരു ദർശനത്തിൽ കൂടെ പാസ്റ്റർ PG വർഗീസിനെ എന്റെ മുമ്പിൽ കാണിച്ചു തന്നു. ഒരു വലിയ അത്ഭുതമായിരുന്നത്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടില്ല. അപ്പോ ആ ഷേപ്പ്, അദ്ദേഹത്തിന്റെ രൂപം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പഠാൻകോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഗേറ്റിനടുക്കൽ വന്നത്. ഞാൻ അദ്ദേഹത്തെ നോക്കി ഞാൻ വണ്ടർ അടിച്ചു പോയി. കാരണം ഞാൻ ദർശനത്തിൽ എന്നെ ദൈവം കാണിച്ചു അതേ മനുഷ്യൻ, ഒരു 6 അടി പൊക്കമുള്ള വലിയ മനുഷ്യൻ എന്റെ മുമ്പിൽ വന്നിട്ട് എന്റെ ബാഗ് അദ്ദേഹം എടുത്ത് എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തി. ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചു. ഞാൻ IIT ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനോട് ചേർന്ന് നിന്ന് ആ ദിവസം മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങി. എനിക്ക് ഹിന്ദി എന്ന് പറയുന്ന സാധനം അറിയത്തില്ലായിരുന്നു. മലയാളം അല്ലാതെ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. നമുക്കറിയാമല്ലോ, 10ാം ക്ലാസ് തോറ്റ ഒരു മനുഷ്യൻ എന്ത് സംസാരിക്കാനാണ്? ഹിന്ദി ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഏതാണ്ട് 10 മാസം ഞാൻ പഠാൻകോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദി അല്പം വേണം പറയാൻ തുടങ്ങിയാണ്. എങ്കിലും ശരിയായിട്ട് പറഞ്ഞില്ല. കാരണം മലയാളികളുടെ കൂട്ടത്തിൽ താമസിക്കുമ്പോൾ ഉണ്ടല്ലോ, ഹിന്ദി പറയുമ്പോൾ തെറ്റിൽ അവർ കളിയാക്കുമോ എന്നുള്ളൊരു വിചാരം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ മുമ്പിൽ നമ്മൾ ഹിന്ദി പറയാറില്ലായിരുന്നു. അതുകൊണ്ട് അല്പം ഹിന്ദിയൊക്കെ പറയാൻ തുടങ്ങി. അദ്ദേഹം 10 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ജോൺ, ഞാന് ഒറീസയ്ക്ക് പോവുകയാണ്. പുള്ളിക്ക് അദ്ദേഹത്തിന് അവിടെ അനേക പ്രോഗ്രാംസ് ഉണ്ട്. പാസ്റ്റർ വരുന്നെങ്കിൽ എൻ്റെ കൂടെ വരിക. ഞാൻ പാസ്റ്റർ ഒറീസയിൽ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒറീസയിൽ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ ഒറീസയ്ക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ ഇതിനകത്തും പറയാൻ കാര്യം, എനിക്ക് അതിനോട് 2 മക്കളുണ്ടായി. അത് ഞാൻ പറഞ്ഞില്ല. മൂത്തൊരു മോനും ഒരു മോളും. ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോഴത്തേക്കിന് മോന് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു? 3-3.5 വയസ്സ് പ്രായമുണ്ട്. പക്ഷെ എന്റെ വൈഫ് പറയുന്നത് 2.5 വയസ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, 2.5 വയസ്സ് പ്രായം. അതുപോലെ തന്നെ എന്റെ മോക്ക് 8 മാസം പ്രായമുണ്ട്. അപ്പോഴാണ് ഞാൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒറീസ വന്ന് ഞാൻ താമസിക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ആഹാര രീതിയൊന്നും അങ്ങോട്ട് പിടിച്ചില്ല. കാരണം ഒറീസയിൽ കോരാപുട്ട് ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ വന്നത്. കോരാപുട്ട് ഡിസ്ട്രിക്റ്റിൽ നവരംഗപൂർ എന്ന സ്ഥലത്താണ് എന്നെ കൊണ്ടുപോയത്. പക്ഷെ അതിനു മുമ്പ് 2 ദിവസം ബൊരിഗുമ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കൊരു പാസ്റ്ററുടെ കൂടെ താമസിക്കുന്നതായിട്ട് വന്നു. അപ്പോൾ അവിടുത്തെ ആഹാര രീതികളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവിടെ ഉള്ളത് അതൊരു ആദിവാസി ഏരിയയാണ്.
കൂടുതലും ആദിവാസികളാണ്. അവരുടെ ആഹാരമൊന്നും നമ്മുടെ ആഹാരം പോലെയല്ല. നമ്മൾ നല്ല നല്ല മസാലയൊക്കെ ചേർത്ത് നല്ല ആഹാരം ടേസ്റ്റോടു കൂടി നമ്മൾ ആഹാരം കഴിക്കുന്നത്. പക്ഷെ അവരാരും അങ്ങനെയല്ല. അപ്പൊ ഞാൻ ആ പാസ്റ്റർ എന്നെ ബുരികുമായി അവിടുത്തെ പാസ്റ്ററുടെ പേര് ഞാൻ പറയത്തില്ല കേട്ടോ. പാസ്റ്ററിന്റെ വീട്ടിൽ പാസ്റ്റർ പിജൂരീസിനെ കൊണ്ടാക്കി. ഞാൻ പാസ്റ്റർ പിജൂരീസ് എന്നിട്ട് മിനിസ്ട്രിക്ക് വേണ്ടി നവരംഗപൂറും മറ്റു സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ താമസിക്കുന്ന സമയത്ത് ചെന്ന അന്ന് തന്നെ അവിടുത്തെ പാസ്റ്ററാണ് പാസ്റ്റർ പിജൂരീസിന് വേണ്ടി മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. അവിടുത്തെ പാസ്റ്ററും പാസ്റ്റർ പിജൂരീസിനോടൊപ്പം പോയി. അപ്പൊ ഞാനും ഉണ്ട്, അവിടുത്തെ സഹോദരി ഉണ്ട്, അവരുടെ പിള്ളേരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്നെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വിളിച്ചു. അവരുടെ കയ്യിൽ കസേരയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെല്ലാം താഴെയാണ് കിടക്കുന്നത്. വരുന്നവരെ താഴെയാണ് ഇരുത്തുന്നത്. ചെറിയ പാവുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വിരിച്ച് എന്നെ താഴെ ഇരുത്തി കഴിഞ്ഞിട്ട് പാത്രം അവരുടെ ഇല്ലായിരുന്നു. അവർ ഈ ഇലകൾ തമ്മിൽ വട്ടത്തിൽ കുത്തി, എങ്ങനെ നമ്മുടെ ഈ ഈർക്കുകൊണ്ടൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ വട്ടത്തിൽ ഉണ്ടാക്കിയിട്ടാണ് അതിനകത്താണ് എനിക്ക് ആഹാരം തന്നത്. അപ്പോൾ അവര് താഴെ ആ ഇല വിരിച്ചു. കൈകൊണ്ട് അവർ ചോറ് വിളമ്പി എന്റെ പാത്രത്തിലിട്ടു. എന്നതിന് ശേഷമായിട്ട് ഒരു കോപ്പയ്ക്കകത്ത് കറി കൊണ്ട് വന്നു. വലിയ കോപ്പയാണ്. ആ കോപ്പയ്ക്കകത്ത് കറി കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴേ എന്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെള്ളത്തിപ്പാറ്റയുണ്ട്, നല്ല കറുത്ത കളറുള്ള വെള്ളത്തിപ്പാറ്റയാണ്. അതൊരു 3-4 എണ്ണം ഉണ്ട്. അതിന്റെ ചിറക് പറിച്ചിട്ടില്ല, അതിന്റെ മീശ പറിച്ചിട്ടില്ല, അതിന്റെ കാല് പറിച്ചിട്ടില്ല. അത് അതുപോലെ അങ്ങിട്ട് വെന്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് മസാലയൊന്നുമില്ല. ഒരു മുളകോ 1-2 മുളകോ അല്ലെങ്കിൽ ഇച്ചിരി മഞ്ഞളോ ഉപ്പും ഒക്കെ ഇട്ട് അവർ ഇങ്ങനെ വെച്ചിരിക്കാം. ഏതാണ്ട് ഒരു ബ്രൗൺ കളറിലാണ് അതിന്റെ ചാറൊക്കെ കണ്ടത്. അപ്പൊ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. വേറെ എന്തെങ്കിലും കറി വരികയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഉണ്ണ ഇതൊക്കെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേന് വേറൊരു കറി ഇല്ല. അപ്പൊ ഇത് കൊണ്ട് വെച്ച എന്നോട് സിസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ കഴിക്കുന്നു പറഞ്ഞു. ഞാൻ അവർക്കിട്ടൊന്ന് നോക്കി, ഈ കറിക്കിട്ടൊന്ന് നോക്കി. കാരണം നമുക്ക് പരിചയമില്ലാത്ത കറി, ഒരിക്കലും കഴിക്കാത്ത കറി, മലയാളികൾ ഇഷ്ടപ്പെടാത്ത കറി, ആകെ ബുദ്ധിമുട്ടായി. എങ്കിലും അവര് പറഞ്ഞതനുസരിച്ച് ഞാൻ അതിന്റെ ചാറ് അല്പം ചോറിനകത്തോട്ട് ഇളക്കി, ഇങ്ങനെ നമ്മൾ ചോറിനകത്ത് ഇങ്ങനെ ചാറൊക്കെ ഒഴിച്ച് ഇളക്കുമല്ലോ, ഇളക്കി 1-2 ഉരുള പിടിച്ച് ഞാൻ വായി വെച്ച് കഴിച്ചു. അപ്പൊ കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് മാനസികമായിട്ട് വലിയ പ്രയാസമുണ്ട്. ആ സഹോദരി എന്നോട് ചോദിക്കുക, പാസ്റ്റർ സബ്ജി കേസിയെ എങ്ങനെയുണ്ട് പാസ്റ്റർ കറി എന്ന് ചോദിച്ചു. ഞാൻ എന്ത് പറയും? ഞാൻ പറഞ്ഞു, ആപ്കി സബ്ജി ബഹുത് അച്ചി ഹൈ, നിങ്ങളുടെ കറി വളരെ നല്ലതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് കഴിക്കാത്തത് എന്താണെന്ന്. അപ്പൊ അവരെ കാണിക്കാൻ വേണ്ടി ഞാനൊരു പാറ്റയുടെ മീശയ്ക്ക് പിടിച്ച് വേലോട്ട് ഇങ്ങനെ പൊക്കിയിട്ട ഇങ്ങനെ വായിലോട്ട് ഇട്ടിട്ട് ചവയ്ക്കാനൊക്കെ ചവച്ചാൽ സംഗതി കുഴപ്പമില്ല. ഞാനതൊന്ന് വിഴുങ്ങി. എന്നിട്ട് വീണ്ടും ഞാൻ ഒരു പാറ്റയും കൂടെ എടുത്ത് വായിലോട്ട് ഇങ്ങനെ ഇട്ട് അതൊന്ന് വിഴുങ്ങി. എന്റെ പൊന്ന് കേൾവിക്കാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ അകത്തു നിന്നൊക്കെ ഇങ്ങനെ ഉരുണ്ടി കയറി വരുന്നത് തോന്നി. ഞാൻ ചോറ് ഉണ്ടെന്ന് അവിടെ നിർത്തിച്ച് പറഞ്ഞ്, സഹോദരി എനിക്ക് മതി എന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടം ഓടിയിട്ട് ഒരു അര കിലോമീറ്റർ ദൂരം ഓടി ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ചെറുപ്പത്തിൽ എങ്ങാണ്ട് കുടിച്ച എന്റെ അമ്മയുടെ കുടിച്ച മുലപ്പാൽ പോലും ഛർദ്ദിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അത്ര ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. ഞാൻ അവിടെ വന്നതിന് ശേഷം എന്റെ വൈഫിന് ഒരു ലെറ്റർ എഴുതി. അറിയാമല്ലോ, അന്ന് മൊബൈലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇന്ന പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, എനിക്ക് പൈസ അയച്ചു തരണം, ഞാൻ തിരിച്ച് നാട്ടിൽ വരികയെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി എന്റെ വൈഫ് എനിക്ക് 500 രൂപ അയച്ചു തന്നു. അയച്ചത് ഈ മണി ഓർഡറിന്റെ അടിയില് ഒരു മെസ്സേജ് എഴുതാനുള്ള ചെറിയ കോളുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അതിനടിയിൽ എഴുതി, ദൈവത്തിന്റെ വിളി കേട്ടിട്ടാണ് നോർത്ത് ഇന്ത്യയിലേക്ക് പോയതെങ്കിൽ മടങ്ങി വരരുത്, കഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറായിട്ടാണല്ലോ പോയത്, അതുകൊണ്ട് മടങ്ങി വരരുത്, ഈ പൈസ തിരിച്ചയച്ചു എന്നാൽ ഞാൻ പിള്ളേരുമായിട്ടൊന്ന് വന്നേക്കാൻ വന്നു. അപ്പൊ അവിടെ ആ ദൈവത്തിന്റെ വിളി കേട്ടിട്ടാണ് പോയതെങ്കിൽ തിരിച്ചു വരരുതെന്ന് പറഞ്ഞത് അതെനിക്ക് ഇച്ചിരി കൊണ്ട്. ഞാൻ അല്പസമയം ഇരുന്നു, ആലോചിച്ചു, പ്രാർത്ഥിച്ചു, തീരുമാനമെടുത്തു, എന്ത് വിഷയം വന്നാലും ഞാൻ പോകുന്നില്ല, തിരിച്ചു പോകത്തില്ല എന്ന്. അങ്ങനെ ഞാൻ ഈ പൈസ തിരിച്ചു അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി വരാൻ പറഞ്ഞു.
എൻ്റെ വൈഫ് ആ ലെറ്റർ കിട്ടിയതിന് ശേഷം, എൻ്റെ പൈസ കിട്ടിയതിന് ശേഷം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫും എന്നോടൊപ്പം ഒറീസയിൽ വന്നു. ഞങ്ങൾ നവരംഗപുരം PG വർഗീസിന് അവിടെ ഒരു ഓർഫനേജ് ഉണ്ട്. അവിടെ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. അവിടെയുള്ള കുഞ്ഞുങ്ങളെ നോക്കുകയും, അന്ന് കണ്ട് 10-20 പിള്ളേരുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളെ നോക്കുക, അവരുള്ള മിനിസ്ട്രി ചെയ്യുക, ഒറീസയിലുള്ള വിവിധ ഗ്രാമങ്ങളിലൊക്കെ പോകാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ ഏതാണ്ട് അവിടെ 2 വർഷം താമസിച്ചപ്പോഴാണ് എൻ്റെ മകന് അവനെ സ്കൂളിൽ ചേർക്കാൻ സമയമായപ്പോൾ, ഒറീസയിൽ ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്ല. പിന്നെ ഉള്ളത് മുഴുവൻ ഒഡിയ മീഡിയം സ്കൂളാണ്. അപ്പൊ ഞങ്ങൾ നമ്മൾ സംസാരിച്ചൊരു കാര്യം ചെയ്യും, നമുക്കൊരു ഹിന്ദി സ്റ്റേഷനിലേക്ക് പോകാം. അപ്പൊ ഹിന്ദി ആകുമ്പോൾ ഹിന്ദി പിന്നെയും ഒഡിയ ഭാഷയേക്കാൾ നല്ലതാണല്ലോ പിന്നെ ഹിന്ദി. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. പാസ്റ്റർ PG വർഗീസുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങള് ഒറീസയിൽ നിന്ന് മധ്യപ്രദേശിലെ ജഗദൽപൂർ ജില്ലയിലെ കൊണ്ടേഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. അന്ന് ഈ ജഗദൽപൂരൊക്കെ മധ്യപ്രദേശിലാണ്, ഇന്ന് അത് ഛത്തീസ്ഗഡിലാണ്. ഇതും ഒരു ആദിവാസി ഏരിയയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ വന്ന് താമസിച്ചു. പാസ്റ്റർ PG വർഗീസ് എനിക്ക് തന്നുകൊണ്ടിരുന്ന എന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 315 രൂപയാണെന്ന് തന്നുകൊണ്ടിരുന്നത്. ആ 315 രൂപ, ഒരു മാസത്തെ 315 രൂപയായിട്ട് കൊണ്ടേഗാവിൽ വന്നു ഞങ്ങൾ താമസിക്കുകയാണ്. താമസിക്കുന്നതെന്ന് പറഞ്ഞാല് ഞങ്ങൾ ആ 305 രൂപയ്ക്ക് അന്ന് സ്റ്റൗ, മണ്ണെണ്ണ സ്റ്റൗ മേടിച്ചു, ചില പാത്രങ്ങളൊക്കെ മേടിച്ചു, 1-2 അരി വെക്കാനുള്ള ഈ നമ്മുടെ ചെരുവും പോലുള്ള മേടിച്ചു. എല്ലാം കൂടെ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ 150 രൂപ അങ്ങ് തീർന്നു പോയി എല്ലാം കൂടെ. ബാക്കി 100 ചിലവാനും രൂപ, 65 120 രൂപ എൻ്റെ അതിൽ മിച്ചമുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആഹാര സാധനങ്ങളൊക്കെ മേടിച്ചു. നമുക്ക് ജീവിക്കാൻ, നമ്മൾ ആദ്യമായിട്ടാണ് വെളിയിൽ ജീവിക്കാൻ വരുന്നത്. നാട്ടിലാണിപ്പോൾ മാതാപിതാക്കന്മാരോട് ജീവിച്ചു, അവരാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. എങ്ങനെ ജീവിക്കണമെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ഉണ്ടാകുന്ന പൈസയ്ക്ക് ആഹാര സാധനങ്ങളൊക്കെ മേടിച്ചു. 15 ദിവസമായപ്പോൾ അതങ്ങ് തീർന്നു പോയി. 15 ദിവസം പിന്നെ എന്ത് ചെയ്യും? കാരണം ഇനിയും ബാക്കി സപ്പോർട്ട് വരണമെങ്കിൽ 15 ദിവസം കൂടെ കഴിയണം. ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. അനേക പട്ടിണികൾ കിടന്നു, അനേക ദിവസങ്ങൾ. പിഞ്ചു കുഞ്ഞുങ്ങള്, 4-4.5 വയസ്സുള്ള എൻ്റെ മോള്. അപ്പൊ 8 മാസം പ്രായമുള്ളപ്പോഴാണല്ലോ അവളെ കൊണ്ടുവന്നത്. അവൾക്കും 1.5 വയസ്സ് പ്രായമായി. ഞങ്ങൾ അനേക ദിവസങ്ങൾ പട്ടിണി കിടന്നു, ആഹാരം കഴിക്കാനില്ലാതെ. കുഞ്ഞുങ്ങൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് ദൈവം ഞങ്ങളെ അവിടെ നിർത്തി. അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയം എന്തുമാത്രം അനുവദിക്കുന്ന എനിക്കറിയില്ല. എങ്കിലും പല സമയത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ മെയിൻ ടോപ്പിക്കിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞങ്ങള് കൊണ്ടേഗാവിൽ നിന്ന് ബനിയാഗാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിൽ കൊണ്ടേഗാവിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരമാണ്. ഈ 11 കിലോമീറ്റർ നീളത്തില് ബനിയാഗാവിൽ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു വീടോ ഒരു കടയോ ഒന്നുമില്ല. 2 സൈഡിലും ഇടതൂർന്ന വൃക്ഷങ്ങളാണ്, കാടാണ്, വനമാണ്. പക്ഷെ അവിടെ വന്യമൃഗങ്ങളൊന്നും ആ സമയത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ കാണും, ഇന്ത്യൻ ഗവൺമെന്റ് അതിനകത്ത് കടുവയൊക്കെ വിട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അഥവാ വന്യമൃഗം എന്ന് പറഞ്ഞാലും ഈ കുറുക്കനൊക്കെ ആയിരിക്കും. അത് നമ്മളെ മനുഷ്യനെ അത്ര ഉപദ്രവിക്കൊന്നുമില്ല. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ബനിയാഗാവിൽ ഞാനൊരു വീട്ടിൽ പോകും. അവിടെ ചെന്ന് പ്രാർത്ഥിക്കും. അയൽവാസികളൊക്കെ കൂടും, അവരോട് ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും, അവരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും. ആ വീട്ടുകാർ എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ചയും ഞാൻ ചെല്ലുമ്പോൾ പോകുന്ന സമയത്ത് സ്തോത്രകാഴ്ചയായിട്ട് എനിക്ക് 10 രൂപ തരും. ആ സമയത്ത് 10 രൂപ ഒരു വലിയ എമൗണ്ട് ആണ്, അറിയാമല്ലോ. കാരണം 10 രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 1.5 രൂപ, 1 കിലോ അരിക്ക് 1.5 രൂപ വെച്ച് നോക്കിയാൽ എത്ര വരും? ഒരു 1.25 രൂപ. ഒരു 6-7 കിലോ അരി മേടിക്കാനുള്ള പൈസ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ അപ്പം പോകുന്നത് ബസ്സിനല്ല പോകുന്നത്. കാരണം ഈ അതുവഴി പോകുന്ന ബസ്സെല്ലാം വളരെ ലോങ് റൂട്ടിൽ പോകുന്ന ബസ്സാണ്. ഈ ചെറിയ ദൂരത്തേക്കൊന്നും അവിടെ ബസ് നിർത്തത്തില്ല, അവർ കയറ്റത്തുമില്ല. പിന്നെ ഞങ്ങൾ പോകുന്നത് ലോറിക്കാണ് പോകുന്നത്, ട്രക്കിനാണ് പോകുന്നത്. അപ്പൊ ആ ട്രക്കിൽ കയറി പോകുമ്പോൾ ട്രക്കുകാർക്ക് കൊടുക്കാൻ 2 രൂപ, ഒരു സവാരിക്ക് 2 രൂപ വെച്ചാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ 4 രൂപ ഉണ്ടായിരുന്നു. എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഇന്ന് ഞാനും വരുന്നു പറഞ്ഞു.
ഞാൻ പറഞ്ഞു എങ്ങനെ വരുന്നത്, എൻ്റെ ആകെ 4 രൂപയുള്ളൂ, പോകണം വരണം. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു എല്ലാ ആഴ്ചയിലും അവർ നമുക്ക് 10 രൂപ തരുന്നതല്ലേ, അതുകൊണ്ട് ആ 10 രൂപ കൊണ്ട് നമുക്ക് തിരിച്ചു പോരാന്ന് പറഞ്ഞു. നമ്മൾ ശരി ഒരുക്കിക്കോളാൻ പറഞ്ഞു. പുള്ളിക്കാരി പിള്ളേരെ ഒരുക്കി ഞങ്ങൾ ട്രക്കിൽ കയറി ബനിയാകാവിൽ ചെന്ന് 4 രൂപയും കൊടുത്ത് ആ 5 പൈസ വെള്ളം തീർന്നു. അവിടുന്ന് ബനിയാകാവിൽ വീട്ടിൽ ചെന്ന് ഒരു 5:30 ഞങ്ങളൊരു 10-15 മിനിറ്റ് അവിടെ അവരുമായിട്ട് വിശേഷ വർത്തമാനം ചെയ്തു. അയൽവക്കത്തുള്ളവരൊക്കെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു. ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. ഏതാണ്ട് രാത്രി 7 മണിയായപ്പോൾ പ്രാർത്ഥന തീർന്നു. ഇവരൊന്നും മിണ്ടുന്നില്ല. ഇവരന്ന് 10 രൂപ തന്നില്ല. 11 കിലോമീറ്റർ പോകണം എനിക്ക് കൊണ്ടേകാവ് എന്നുള്ള സ്ഥലത്ത്. ഞാൻ ദൈവത്തോട് പറയും, കർത്താവ് ഞാൻ ആരോടും ചോദിക്കത്തില്ല, ആരോടും ഒരു പൈസ പോലും ചോദിക്കത്തില്ല, നീ നടത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു പക്ഷെ അവർ മറന്നുപോയി കാണും വിചാരിച്ചോണ്ട് ഞാൻ വേറെ ചെറിയൊരു ടോപ്പിക് എടുത്തിട്ട് അവിടെ സംസാരിച്ച് ഇവര് ഓർക്കുകയാണെങ്കിൽ തരുമല്ലോ എന്ന് വിചാരിച്ചുണ്ട് 10 മിനിറ്റ് വീണ്ടും അവിടെ ചെലവഴിച്ച് അന്നേരം അവർ തന്നില്ല. അപ്പൊ എന്റെ വൈഫ് എന്നോട് ഒരു ചെറിയ ആംഗ്യ രൂപത്തിൽ കാണിച്ച് എന്ത് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു നമുക്കങ്ങ് പോയേക്കാമെന്ന്. ഞങ്ങൾ പിള്ളേരെ കൈക്ക് പിടിച്ച് വഴിയിലോട്ട് വന്നു. താറിട്ട റോഡാണ്, 2 സൈഡും പിന്നെ ഇടതൂർന്ന വൃക്ഷങ്ങള്. ഞങ്ങള് നടക്കാൻ തുടങ്ങി. നടക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പാട്ട് പാടി, ആയാ ഥാ പ്യാർ ദേനെ മേ ക്യാ മേ ഗുനാ കിയാ ബോലോ ജവാബ് ദോ മുझे, ഇങ്ങനെയുള്ള പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവുകയാണ്. അപ്പോ ഈ ഗ്രാമത്തിലുള്ള ഒരു 3-4 ചെറുപ്പക്കാര് കൊണ്ടേകാവിൽ പോയിട്ട് അവർ സൈക്കിളിൽ വരികയാണ്. കാരണം ഈ ഗ്രാമക്കാർക്ക് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ ഞങ്ങളുടെ കൊണ്ടേകാവിൽ വരണം. കാരണം അവിടെയാണ് ഒരു ചെറിയൊരു ടൗൺ ആയിട്ടൊക്കെ ഉള്ളത്, സിറ്റി ആയിട്ടുള്ളത്. അവിടെ നിന്ന് സൈക്കിൾ തിരിച്ച് അവരുടെ ഗ്രാമമാകുന്ന ബനിയാകാവിലേക്ക് വരുമ്പോഴാണ് അവർക്ക് ഞങ്ങളെ അറിയാം. കാരണം ഒരുപാട് മാസങ്ങൾ അവിടെ പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങളെ കണ്ടുകൊണ്ട് അവരെല്ലാം സൈക്കിൾ നിർത്തി. ഫസ്റ്റ് എന്താ നടന്നു പോകുന്നു പറഞ്ഞു. അതെ, ലോറി ഇതുവരെ വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് അങ്ങോട്ട് നടന്നേക്കാമെന്ന്. മുൻപോട്ട് പോകുമ്പോൾ ലോറി വരുമ്പോൾ കൈ നിർത്തി ഞങ്ങൾ പോക്കോളാന്ന് പറഞ്ഞു. അവർക്കെന്തോ പന്തികേട് വന്നിട്ട് അവര് പറഞ്ഞു അങ്ങനല്ല, സൈക്കിൾ എടുത്തെന്ന് പറഞ്ഞു. അതിലൊരു പയ്യൻ അവന്റെ സൈക്കിൾ ഞങ്ങൾക്ക് തന്നു. അടുത്ത ആഴ്ച വരുമ്പോൾ കൊണ്ടുവന്നാ മതി എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, സൈക്കിൾ തന്നു. ഞാൻ ദൈവത്തിന് കർത്താവേ. അപ്പൊ ഇതിനിടയ്ക്ക് ഈ 11 കിലോമീറ്ററിനിടയ്ക്ക് ഒരു ചെറിയ കല്ലും കൊണ്ട് റോഡ് 2 സൈഡിലും കല്ലും കൊണ്ട്, കാരണം അതിനകത്ത് വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. അവിടെ മിക്കപ്പോഴും അനേകരെ കൊന്ന സ്ഥലമാണ് അവിടെ. കാരണം ആദിവാസികളാണ്. അവരിൽ ഉണ്ടല്ലോ ഈ ദുഷ്ട സ്വഭാവമുള്ളവര്. എനിക്ക് ആ ശരിയായിട്ടുള്ള വീട് വരാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവര് അവിടെ വരിക. അവിടെ എല്ലാവരുടെയും ഒരു കോടാലിയുണ്ട്, ചെറിയ കോടാലിയുണ്ട്. അവർ ഈ തോളെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കുള്ളൂ. അത് ആദിവാസികളുടെ കൂട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. അപ്പൊ ആദ്യം രാത്രി അസമയത്ത് ആകെ വന്നു കഴിഞ്ഞാൽ ആദ്യം അവരെ കോടാലി കൊണ്ട് വെട്ടും. അതിനുശേഷമേ ഉള്ളൂ പോക്കറ്റൊക്കെ തപ്പുള്ളൂ. ഞങ്ങളിലാണ് ഒന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ മോനെ സൈക്കിളിന്റെ ആ ഫ്രണ്ടിലെ ബാറിൽ ഇരുത്തി ഞാൻ വൈഫിനോട് പറഞ്ഞു താൻ കുഞ്ഞിനെ എടുത്തോണ്ട് കാരിയറിൽ ഇരിക്കുക, ഞാൻ സൈക്കിൾ ചോട്ടാന്ന് പറഞ്ഞു. നമ്മുടെ മലയാളത്തിൽ അന്നുണ്ടായിരുന്ന സൗകര്യമാരല്ലേ, ആരെങ്കിലും നമ്മുടെ നാട്ടിൽ വെച്ച് സൈക്കിളിൽ കുറെ കയറിയിട്ടുണ്ടോ? ആരെങ്കിലും കേറുമോ? എന്നോട് പറയാ ഞാനെങ്കിലും കയറത്തില്ലേ, ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടും പറ്റുക, ഞാൻ കയറത്തില്ല. നമുക്ക് ശരി എന്നാ നടന്നു പോകാന്ന് പറഞ്ഞു മോനെ പിടിച്ച് പുറകിൽ കാരിയറിൽ ഇരുത്തി, മോളെ അതിന്റെ സൈക്കിളിന്റെ ബാറിൽ ഇരുത്തി ഞങ്ങൾ തള്ളിക്കൊണ്ട് പോവാണ്. വഴിയൊന്നും അത്ര നല്ല വഴിയല്ല, കട്ടറും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലുണ്ട്. ഞങ്ങൾ ആ സ്ഥലത്ത് വന്നപ്പോൾ, അത് ആ കലുങ്കിന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞു ശബ്ദം ഉണ്ടാക്കരുത്, വളരെ സംസാരിക്കാൻ പാടില്ല, വളരെ പതുക്കെ പോവുക, നമ്മളിങ്ങനെ പോകുന്നുണ്ടെന്നുള്ള ആർക്കും തോന്നരുത്. ഞങ്ങൾ മിണ്ടാതെ പോവുകയാണ്. ആ കലുങ്ക് ഞങ്ങള് ക്രോസ് ചെയ്തു. ഞങ്ങൾക്കൊരു വലിയൊരു ആശ്വാസം തോന്നി, കർത്താവേ രക്ഷപ്പെട്ടല്ലോ. അവിടുന്ന് ഒരു 10-20 ചോട് മുൻപോട്ട് വെച്ചപ്പോൾ എന്റെ വൈഫ് ചുമ്മാ പുറകോട്ടും തിരിഞ്ഞ് നോക്കിയപ്പോ അതാ ഒരു മനുഷ്യൻ ഓടി വരുന്നു ഞങ്ങളുടെ പുറകെ. നിലാവിന്റെ വെട്ടമുണ്ട്.
മരത്തിനിടയിൽ കൂടെ നിലാവിളിച്ചൊക്കെ വരുന്നുണ്ട്. ഒരു മനുഷ്യൻ ഞങ്ങളുടെ പുറകെ ഓടി വരികയാണ്. എന്നോട് പറഞ്ഞു, തമ്പിച്ചായ ആണ്ട ഒരാൾ നമ്മുടെ പുറകെ വരുന്നു പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, ആ മനുഷ്യൻ ഞങ്ങളുടെ പുറകെ ഓടി വരികയാണ്. ഞാൻ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. അന്ന് എന്റെ വൈഫിന് നല്ല വണ്ണമായിരുന്നു. ഇന്ന് പുള്ളിക്കാരി വണ്ണമൊന്നുമില്ല, വളരെ സാധാരണ ശരീരമൊക്കെയാണ്. കാരണം പുള്ളിക്കാരി അസുഖത്തിന് ശേഷം അങ്ങനെ ആയതാ. ഓക്കെ, ഓടിക്കോളാൻ പറഞ്ഞു. ഞാൻ സൈക്കിൾ തള്ളി ഓടാൻ തുടങ്ങി. എന്റെ വൈഫ് എന്റെ മുൻപിൽ ഓടുന്നു, പുറകെ ആ മനുഷ്യൻ ഓടി വരുന്നു. ഞങ്ങള് ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം ഞങ്ങൾ ഓടി നിന്നതാണ്. ജീവനും കൊണ്ടുള്ള ഓട്ടം. ഒരുപക്ഷെ അത് ആ സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ ഒരു വിചാരങ്ങളും ഞങ്ങളുടെ ഭാവങ്ങളും ഒക്കെ ഒരാളോട് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം രാത്രി 8 മണി കഴിഞ്ഞ സമയമാണ്. റോഡിൽ ആരും നടക്കത്തില്ല, വണ്ടികളൊന്നും അങ്ങനെ വരുന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഒരു ആൾ നമ്മുടെ പുറകെ ഓടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാർക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. ഓടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ് ഓടി. ആ സമയത്ത് ഞാൻ എന്റെ വൈഫിനെ ഒളിമ്പിക്സിൽ വിടുകയായിരുന്നു, ഗോൾഡ് മെഡൽ മേടിച്ചു വന്നാണ്. അത്ര സ്പീഡിലായിരുന്നു ഓടിയത്. പുള്ളിക്കാരി വണ്ണം ഉണ്ടായിരുന്നിട്ടും. എന്റെ കുഞ്ഞാണെങ്കിൽ അവളെ സൈക്കിളിന്റെ ബാറിലിരിക്കുമ്പോൾ ഓടുമ്പോൾ സൈക്കിൾ കട്ടറ വീഴുമ്പോഴത്തേക്കിനുണ്ടാകുന്ന അവിടെ വേദന, അതുകൊണ്ടുള്ള അവിടെ കരച്ചില്, എന്റെ മോൻ പേടിച്ചുള്ള കരച്ചില്, അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. 1.5 കിലോമീറ്റർ ഞങ്ങൾ ഓടി. ആ മനുഷ്യൻ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓട്ടം ഞങ്ങളെക്കാൾ സ്പീഡിലായതുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ അടുക്കൽ വന്നു ഞങ്ങൾ പറഞ്ഞു റുക്കോ എന്ന് പറഞ്ഞു, നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്നു. അദ്ദേഹം ചോദിക്കേ, എന്തിനാ നിങ്ങൾ ഓടുന്നത്? ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഞങ്ങളുടെ പുറകെ ഓടിയത്? എന്നിട്ട് അവൻ പറഞ്ഞത്, സഹോദര, ഈ സ്ഥലം വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. ഇവിടെ എപ്പോഴും കൊല്ലും നടക്കുന്ന സ്ഥലമാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. എനിക്ക് അർജന്റായിട്ട് കൊണ്ടേകാവ് വരെ പോകേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ നടക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു വരികയാണ്, ആരെങ്കിലും കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മുമ്പിൽ നിങ്ങൾ പോകുന്നത് കാണുന്നത്. നിങ്ങളുടെ ഒപ്പം ഓടി വരാൻ വേണ്ടി ഞാൻ ഓടിയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദര, നീ ഓടിയത് ശരിയാണ്. നീ ഓടി വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഓടിയതാണ്, പേടിച്ചോടിയതാണെന്ന് പറഞ്ഞു. ദൈവം ഞങ്ങളെ രണ്ടുപേരെയും ഞങ്ങളെ ആ അല്ല അന്ന് സംഭവിക്കാൻ വേണ്ടി അല്ലായിരുന്നു. പക്ഷെ ആ ഒരു ഭയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള ഉളവാക്കിയ ഒരു സന്ദർഭമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി നോർത്തിൽ കയറിയിട്ട് ഉണ്ടായ പേടിയുടെ അനുഭവം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കൊണ്ടേകാൽ വന്നു. എന്റെ കൊണ്ടേകാവിൽ ഞങ്ങൾ 2 വർഷം താമസിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്റെ മോന് 4 വയസ്സ് പ്രായമുണ്ട്. അവനെ സ്കൂളിലൊക്കെ ചേർത്തു. സ്കൂളിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് ഒരു ടെലഗ്രാം വരുന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഒരു ടെലഗ്രാം വരുന്നു. അതിനകത്ത് അന്ന് ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ. അന്ന് മൊബൈലോ മറ്റു ഫോണോ ലാൻഡ് ഫോണൊന്നും ഞങ്ങൾക്കാർക്കും ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന എന്റെ അവിടെ ലാൻഡ് ഫോൺ. അപ്പോൾ അന്ന് അവരയച്ചുകൊണ്ടിരുന്നതാണ് ടെലഗ്രാം അയക്കുമായിരുന്നു. കമ്പിയില്ലാ കമ്പി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ടെലഗ്രാം ഒന്നും അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്, കം ഇമ്മീഡിയറ്റ്ലി ഫാദർ സീരിയസ്. അപ്പൊ എന്റെ കൊണ്ടേകാവിൽ എന്റെ പ്രവർത്തനത്തിൽ ചില വിശ്വാസികൾ കടന്നു, ഒരു 10-18 ഫാമിലി കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ ഏതായാലും നാട്ടിലേക്ക് വരുന്നില്ല, താൻ പിള്ളേരെ 2 പേരെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ടെലഗ്രാം കിട്ടിയതിന്റെ പിറ്റേ ദിവസം ഞാൻ അവരെ വിജയനഗരം വഴി വിജയവാഡയിൽ കൊണ്ടുവന്ന് അവരെ കേരള എക്സ്പ്രസ് കയറ്റിവിട്ടു. അവർ നാട്ടിൽ ചെന്നു. പക്ഷേ എനിക്ക് വന്ന ടെലഗ്രാം, കം ഇമ്മീഡിയറ്റ്ലി ഫാദർ സീരിയസ്. പക്ഷെ ആ ടെലഗ്രാം എന്റെ കൈ കിട്ടുന്ന സമയത്ത് എന്റെ പപ്പ മരിച്ചിരുന്നു, എന്റെ ഫാദർ മരിച്ചിരുന്നു. ഇവര് നാട്ടിൽ ചെന്നപ്പോഴാണ് ഇവരറിയുന്നത്. കാരണം 3-ാമത്തെ ദിവസം ഇവിടെ ചെല്ലുന്നത് ഇവരറിയുന്നു എന്റെ പപ്പ മരിച്ചിരുന്നു. 3 ദിവസം കഴിഞ്ഞിരുന്നു ഇവര് നാട്ടിൽ ചെന്നപ്പോൾ. ആ സമയത്ത് മോർച്ചറി ഒന്നും അത്ര പോപ്പുലർ അല്ലായിരുന്നുകൊണ്ട് മോർച്ചറി വെച്ചില്ലായിരുന്നു. എന്റെ പപ്പായെ അടക്കിയിരുന്നു. എനിക്ക് ലെറ്റർ വന്നു. ഒരു വൈഫ് എനിക്ക് എഴുതി, ഇതുപോലെ അപ്പച്ചൻ മരിച്ചുപോയി. ഞാൻ വളരെ ഭാരപ്പെട്ടു. എന്ത് ചെയ്യും? ഞാനിപ്പോ പോയാലും ഡെഡ് ബോഡി പോലും കാണാൻ എനിക്ക് പറ്റത്തില്ല. ഇവര് നാട്ടിൽ ചെന്നതിന്റെ 14-ാമത്തെ ദിവസം മറ്റൊരു ടെലഗ്രാം വരുന്നു. കം ഇമ്മീഡിയറ്റ്ലി ജോഷിമോൻ സീരിയസ്. ജോഷിമോൻ എന്ന് പറഞ്ഞ എന്റെ മൂത്ത മകനാണ്.
5 വയസ്സ് പ്രായമുള്ള എന്റെ മകനാണ്. 5-5.5 വയസ്സ് പ്രായമുള്ള എന്റെ മകനാണ്. ജോഷിമോൻ സീരിയസ് കം ഇമ്മീഡിയറ്റ്ലി. എന്റെ കയ്യിൽ പൈസ ഇല്ല. ഒരു അയൽവാസിയ ഒരു അച്ചായനുണ്ടായിരുന്നു, മലയാളിയായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പൈസ കടം വാങ്ങി ഞാനും 3-ാം ദിവസം നാട്ടിൽ ചെല്ലുന്നു. നാട്ടിൽ ചെല്ലുമ്പോൾ എന്നെ കാത്തിരുന്ന സന്ദേശം, 3 ദിവസം ആ ടെലഗ്രാം കിട്ടിയ അന്ന് തന്നെ എന്റെ മകനും കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഞാനവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോകും. നാട്ടിൽ ചെന്നു എനിക്ക് എന്റെ പപ്പായുടെയോ എന്റെ മകന്റെയോ ഡെഡ് ബോഡി പോലും കാണാൻ സാധ്യമായില്ല. അതായത് നാട്ടിൽ ചെന്നതിന് 14-ാമത്തെ ദിവസം എന്റെ മകന് ഒരു പനി വരുന്നു, തലവേദനയും പനിയും. 14-ാമത്തെ ദിവസം ഒരു പനിയും തലവേദനയും വരുന്നു. എന്റെ വൈഫ് അവനെ ഞങ്ങളുടെ അടുത്തുള്ള കുറിച്ചി എന്ന് പറഞ്ഞ കുറിച്ചിയിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്. ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു സാരമില്ല, ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞ് ചില മരുന്നുകളൊക്കെ എഴുതി കൊടുത്തു. അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു, ഡോക്ടറെ എന്റെ മക്കള് നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മക്കളാണ്, അതുകൊണ്ട് അവർക്ക് ഇവിടുത്തെ കാലാവസ്ഥ ഒന്നും അത്ര പരിചയമില്ല. അവിടെ ഇന്നൊരു രാത്രിയിൽ ഇവിടെ ഒന്ന് അഡ്മിറ്റ് ചെയ്യാമോ? കാരണം മകൻ എന്തെങ്കിലും അസ്വസ്ഥ വന്നാൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാൻ വലിയ അല്പം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. എന്റെ വൈഫ് ചോദിച്ചനുസരിച്ച് അദ്ദേഹം എന്റെ മോനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് രാത്രി അവനവിടെ കിടന്നു. ശരീരത്തിൽ നിന്ന് പനിയൊക്കെ വിട്ടു മാറി സുഖമായി അവൻ വൈകിട്ട് ആഹാരം കഴിച്ച് കിടന്നുറങ്ങി. നേരം വെളുത്ത് രാവിലെ അവൻ 7 മണിക്ക് എഴുന്നേറ്റിട്ട് അപ്പൊ എന്റെ വൈഫ് അടുത്ത ബെഡിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ സ്വന്തമായിട്ട് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ചതിന് ശേഷമായിട്ട് അവൻ ബെഡിൽ വന്ന് കയറി കിടന്നു. ശേഷമായിട്ട് ആ സമയത്ത് ഇറങ്ങിയ പാട്ടുകൾ, 1-2 പാട്ടുകളുണ്ട്. മൽപ്രിയനെ അന്വേഷിച്ച് നായകൻ എന്നുള്ള പാട്ട്, വിശ്വാസ ജീവിത പടകിൽ ഞാൻ എന്നുള്ള പാട്ട്. ഇത് ആ സമയത്തൊക്കെ ഇറങ്ങിയതാണ്. എന്റെ മോന് ഈ പാട്ട് പഠിച്ചു. എന്നിട്ട് അവന്റെ അമ്മയോട് പറഞ്ഞു, ഉമ്മി ഞാൻ ഈ പാട്ട് പഠിച്ചത് എന്റെ പപ്പായ കൊണ്ടേകാവിൽ ചെന്ന് എന്റെ പപ്പായെ പഠിപ്പിക്കാനാണ്. കാരണം അവനൊരു ടേപ്പ് റെക്കോർഡ് പോലാണ്. ഒരു പാട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ അതുപോലെ പാടാനുള്ള കഴിവനുണ്ടായിരുന്നു. അവൻ ആ പാട്ട് പാടി, മൽപ്രിയനെ അന്വേഷിച്ച നായകനെ എപ്പോൾ വരുമെന്ന് പറഞ്ഞ് അവൻ നാവടച്ച്. അതിനുശേഷം പിന്നെ അവനൊരു കാര്യം സംസാരിച്ചില്ല. എന്റെ വൈഫ് അടുത്തുള്ള സ്ത്രീയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടും എന്റെ മകന്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ വൈഫ് എന്റെ മകന്റെ അടുക്കൽ വന്ന് അവനെ നോക്കിയപ്പോൾ, അവനെ വിളിച്ചിട്ട് വിളി കേട്ടില്ല. നോക്കിയപ്പോൾ അവന് ശ്വാസം എടുക്കുന്നില്ല. അപ്പോൾ എന്റെ മൂത്ത ജ്യേഷ്ഠൻ എന്റെ മോനെ കാണാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് രാജു എന്നാണ്. എന്റെ വൈഫ് എന്റെ ജ്യേഷ്ഠനോട്, ചാച്ചാ മോൻ സംസാരിക്കുന്നില്ല, അവന്റെ ശ്വാസം എടുക്കുന്നതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ ജ്യേഷ്ഠൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഓടിച്ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടറോട് വിവരം പറഞ്ഞു. ഡോക്ടർ ഓടി വന്നു അവന്റെ പൾസൊക്കെ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു മരിച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വേദന, ഞാൻ നോർത്ത് ഇന്ത്യയില്
ആദ്യമായിട്ട് കൊടുത്ത വിലയാണിത്. നോർത്ത് ഇന്ത്യൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ആദ്യമായി കൊടുത്ത വിലയാണിത്. എന്റെ മാതാവും, കാരണം എന്റെ അപ്പനും എന്റെ മോനും ഒരു മാസമാണല്ലോ മരിക്കുന്നത്. 11 മരിക്കുമ്പോൾ 17 ദിവസത്തെ ഗ്യാപ്പുണ്ട്. എന്റെ മാതാവ്, എന്റെ ഭാര്യയുടെ അപ്പനും അമ്മയും, അമ്മായച്ചനും അമ്മായിയമ്മയും, അതുപോലെ എന്റെ അളിയന്മാര്, എന്റെ സഹോദരങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞു, പിതാവ് മരിച്ച് നിനക്ക് കാണാൻ പറ്റിയില്ല, മകൻ മരിച്ചു അവന്റെ ഡെഡ് ബോഡിയും കാണാൻ പറ്റിയില്ല, ഇങ്ങനെ എനിക്ക് എന്തിനാണ് നോർത്തിലേക്ക് പോകേണ്ടത്, നോർത്തേക്ക് പോകണം, ഇവിടെ ശുശ്രൂഷ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്വയമായി പോയതല്ല, എന്നെ അയച്ചത് എന്റെ ദൈവമാണ്, അവൻ പറയാതെ ഞാൻ ഒരിക്കലും മടങ്ങി വരികയില്ല. ഏതാണ്ട് 1 മാസം ഞങ്ങൾ അവിടെ നിന്നിട്ട് മടങ്ങി. ഞാന് കൊണ്ടകാവിൽ ഞാനും വൈഫും എന്റെ മോളും ഞങ്ങൾ 4 പേരായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 3 പേരാണ്. 3 പേരുമായി ഞങ്ങൾ 3 പേരും കൊണ്ടകാവിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സഹായിപ്പാൻ മറ്റാരുമില്ലായിരുന്നു. അപ്പോൾ പാസ്റ്റർ പി ജി വർഗീസ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കൊണ്ടകാവ് വിട്ടിട്ട് ഭോപ്പാലിനടുത്ത് റൈസൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ട് റൈസൻ എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വന്നു. അപ്പോൾ മോൾക്ക് 3 വയസ്സ് പ്രായം. കാരണം 1.5 വർഷം ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. കൊണ്ടകാവിൽ നിന്ന് വന്ന ഉടനെ ഇങ്ങനെ പോകുന്നത് ദഹിക്കരുത് കേട്ടോ. അപ്പൊ 1.5 വയസ്സുള്ള കൊച്ചും എങ്ങനെ ഇങ്ങനെ സംഭവിച്ചെന്നു, അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാതിരിക്കാൻ വേണ്ടി അങ്ങ് പറയുന്നത്. 3 വയസ്സിന് മേൽ പ്രായമായുള്ള മോൾക്ക് റൈസനിൽ വന്നു. റൈസനിൽ വന്നപ്പോൾ ഞാൻ ദൈവമായിട്ട് തീരുമാനിച്ചു, കർത്താവ് നീ എന്നെ അയച്ചിട്ടാണ് ഇവിടെ വന്നത്, എന്റെ സകല കാര്യങ്ങളും നോക്കിക്കൊടുന്നു. ഞാൻ ഇവിടെ നീ ജീവിക്കുന്ന ദൈവമെന്ന് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നീ മാത്രമാണ് വീണ്ടെടുപ്പുകാരനും ജീവിക്കുന്ന ദൈവം എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോണം എന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ താമസിക്കുന്നു. അറിയാമല്ലോ, 315 രൂപയാണ് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 315 രൂപയ്ക്ക് അതുകൊണ്ട് ഒരു ഫാമിലി എങ്ങനെ കഴിയും നിങ്ങൾ ചിന്തിച്ചോണം. അങ്ങനെ അവിടെ കഴിയുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ മക്കൾ ആഹാരമില്ല, എല്ലാം തീർന്നുപോയി. ഒരല്പം മുളക് പൊടിയും ഉപ്പുമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, അരിയില്ല, ആട്ടയില്ല, ഒന്നുമില്ല. ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് 3 ദിവസമായി. 3.5 വയസ്സ് പ്രായമുള്ള എന്റെ മോള്, അവൾക്കും വെള്ളം കൊടുത്താണ് 3 ദിവസം ഞങ്ങൾ കഴിഞ്ഞു കൂടുന്നത്. അപ്പോൾ 3-ാമത്തെ ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ വേണ്ടി മുറിക്കകത്തിരുന്നു. മോള് വെളിയിലേക്ക് വന്നു. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ വീടിന്റെ ഡോറിൽ ആരോവൻ തട്ടും. ഞാൻ ഇറങ്ങിച്ചെന്നു. കഥ തുറന്നപ്പോൾ 12-13 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ പറയാണ്, അങ്കിള് വെളിയിലേക്ക് വാ, അങ്കിളിന്റെ മോള് വെളിയിലിരുന്ന് മണ്ണ് നിന്നു. ഉടനെ എന്റെ വൈഫും ഞാനും ഇറങ്ങിച്ചെന്നപ്പോൾ അവള് ഇഷ്ടിക പൊടിച്ചിട്ട് അത് വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുഖം ഇഷ്ടിക ആയതുകൊണ്ട് വായൊക്കെ വളരെ ചുമന്നിരിക്കുക. അവളിങ്ങനെ വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അയൽവക്കത്തുള്ള ചിലര് അവളുടെ വീട്ടുവാതിക്കൽ നിന്നുകൊണ്ട് കുഞ്ഞിനെ നോക്കി ചിരിക്കുന്നുണ്ട്. മണ്ണ് വാരി തിന്നുന്നവർ കണ്ട് അവർക്ക് എന്തോ ഒരു കൗതുകം പോലെ തോന്നി. പക്ഷെ അവൾ എന്തുകൊണ്ട് മണ്ണ് തിന്നുന്നു ഇവർക്ക് ആർക്കും അറിയില്ല. അത് ഞങ്ങൾക്കേ അറിയാവും. അപ്പൊ ഇവര് ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു അഭിമാനക്ഷതം സംഭവിച്ചു എനിക്ക്. കാരണം എന്റെ മോള് യേശുവിനെ പ്രസംഗിക്കുന്ന ഞാന് എന്റെ മോള് മണ്ണ് വാരിത്തിരുന്നു എന്ന് മറ്റുള്ളവരെ കണ്ടു ചിരിക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരല്പം എന്താ പറയുന്നത്, മലയാളത്തിൽ എന്ത് പറയും, അഭിമാനക്ഷതം എന്ത് പറയും, നാണോ അണക്കടോ അങ്ങനെ തോന്നി. ഞാൻ ചെന്ന് അവിടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഒരടി കൊടുത്തവർക്ക്. അടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് അറിയാൻ തുടങ്ങി. അപ്പോൾ എന്റെ വൈഫ് വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് റൂമിനകത്തേക്ക് പോയി. റൂമിനകത്തേക്ക് അവൾ വളരെ കരയുകയാണ്. ഇപ്പം എന്റെ വൈഫ് പറഞ്ഞു, മോളെ
മോള് മണ്ണ് തിന്നുകൊണ്ടല്ലേ പപ്പ മോളെ തല്ലിയത്. അവള് പറയുകയാണ്, മമ്മി എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും തിന്നാന്താ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ എന്റെ മുറിക്കകത്ത് കവണ്ണു വീണ് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ സമയം ഞാൻ എന്റെ വീട്ടിലായിരുന്നിരുന്നെങ്കിൽ, നാട്ടിലായിരുന്നിരുന്നെങ്കിൽ എന്നെ സഹായിപ്പാൻ എന്റെ സഹോദരങ്ങൾ ആരെങ്കിലും കാണുമായിരുന്നു, എന്നെ സഹായിപ്പാൻ ആരെങ്കിലും അയൽവാസികൾ കാണുമായിരുന്നു. എന്നാൽ എന്നെ ഇവിടെ സഹായിപ്പാൻ ആരുമില്ല. നീ അല്ലാതെ മറ്റൊരു വ്യക്തിയില്ല, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ജീപ്പ് വന്നു. സെൻട്രൽ ബാങ്കിന്റെ ജീപ്പാണ്. ആ ജീപ്പ് ഓടിക്കുന്ന ഒരു മലയാളി സഹോദരനാണ്. അദ്ദേഹത്തിന്റെ പേര് മോൻസി എന്നാണ്. ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ട് പരിചയപ്പെട്ടതാണ്. ആ ജീപ്പ് വന്ന് നിന്ന് നമ്മുടെ നാട്ടിൽ ഒരു ബിസ്ക്കറ്റിന്റെ പാട്ടുണ്ട്, 15 രൂപ കൂടുന്നത് ബിസ്ക്കറ്റിന്റെ പാട്ട്. ഒരു പാട്ട് ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നു. ഞാൻ മോൻസി എന്തായിരുന്നു? പാസ്റ്ററെ, 15 കിലോ ആട്ടയാണെന്ന് പറഞ്ഞത്. ഞാൻ ഗോതമ്പ് പിടിപ്പിച്ച് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്റെ ഹൃദയത്തിൽ ആരോ എന്നോട് പറയുന്നത് പാസ്റ്റർ കൊണ്ട് കൊടുക്കാൻ. ആ പറച്ചിൽ 2-3 പ്രാവശ്യം ഞാനത് ഫീൽ ചെയ്തപ്പോഴാണ് അത് നേരിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു. 15 കിലോ ആട്ടയും അതോടൊപ്പം ഒരു 20 രൂപ എന്റെ കയ്യിൽ തന്നിച്ച് പറഞ്ഞു, ഇതുകൊണ്ട് എന്തെങ്കിലും കറിവെക്കാൻ വാങ്ങിക്കൊള്ളണമെന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഏതാണ്ട് ഞങ്ങൾ 6 വർഷത്തോളം റായ്സണിൽ നിന്നു. അതിനുശേഷം അപ്പൊ എല്ലാ വർഷവും പഠാൻകോട്ടിൽ ഞങ്ങളുടെ ആനുവൽ കൺവെൻഷനോട് ഞങ്ങൾ പോകുമായിരുന്നു. അത് പോകുന്നത് ഡൽഹി വഴി വന്നിട്ട് പാനിപ്പത്ത് വഴിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 6 വർഷം കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന് ഈ പാനിപ്പത്തിനെ കുറിച്ച്, അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, പാനിപ്പത്തിന് 1-ാം യുദ്ധം, 2-ാം യുദ്ധം, 3-ാം യുദ്ധം. അപ്പൊ ഈ പ്രദേശത്തെ കുറിച്ച് എനിക്കൊരു പ്രത്യേക താല്പര്യം തോന്നി. ഞാൻ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടു. പാനിപ്പത്തിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പാസ്റ്റർ പി. ജോറീസുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ശരി, കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടെങ്കിൽ നിശ്ചയം പാസ്റ്ററിലേക്ക് പോകാന്ന് പറഞ്ഞു. 1989 ഞാനും എന്റെ വൈഫും മോളും ഞങ്ങൾ 3 പേരും പാനിപ്പത്ത് വന്നു. അപ്പോ പാനിപ്പത്തിനെ കുറിച്ച് അല്പമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മള് പുസ്തകങ്ങളിൽ പഠിക്കുന്ന പോലെ 3 യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് പാനിപ്പത്ത്. ഒന്നാമത്തെ യുദ്ധം ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലായിരുന്നു. അതിൽ ബാബർ ജയിച്ചു, ഇബ്രാഹിം ലോധി കൊല്ലപ്പെട്ടു. 2ാമത്തെ യുദ്ധം ഹുമായൂണും ഹേമുവും തമ്മിലായിരുന്നു. ആ യുദ്ധത്തിൽ ഹുമായൂൺ ജയിച്ചു, ഹേമു മരണപ്പെട്ടു. 3ാമത്തെ യുദ്ധം മറാഠവാടയിൽ നിന്ന ആൾക്കാരും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിലായിരുന്നു. അതിൽ അഹമ്മദ് ഷാ അബ്ദാലി ജയിച്ചു. അങ്ങനെ ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ നടന്നിട്ടുള്ള സ്ഥലം. ഇവിടെ ഞാൻ വരുമ്പോൾ ലോക്കൽ അല്ലെങ്കിൽ സ്ഥാനീയ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ആരും തന്നെ ഇവിടെ ഇല്ലായിരുന്നു. ജോലിക്ക് ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇവിടെ ഹാൻഡ്ലൂംസിന്റെ വർക്ക്സ് ഒരുപാട് നടക്കുന്നുണ്ട്. ദറി, കമ്പിളി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കപ്പെടുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ വെളിയിൽ നിന്ന് ജോലി ചെയ്യാൻ വന്നിട്ടുള്ള ചില ഒരു മലയാളി ഉണ്ട്. അവർ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളായിട്ടുള്ളവർ കത്തോലിക്കലാണ്. പിന്നെ ലോക്കൽ സ്ഥാനീയ ക്രിസ്ത്യാനികൾ ആരും തന്നെ ഇല്ല. അപ്പൊ ഒരു തരിശു ഭൂമി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ കഴിഞ്ഞ യുദ്ധങ്ങളില് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധം എന്ന് പറയുന്നത് വാള്, കുന്തം, പരിച,
പീരങ്കി ഇങ്ങനെയുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ആയുധങ്ങൾ മുഖാന്തരം അനേകം ജീവനുള്ള മനുഷ്യനെ ഈ ആയുധം കൊണ്ട് അവർ കൊന്നെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദൈവം തന്നെ ഇവിടെ അയച്ചിട്ട് ഞങ്ങളിപ്പോൾ അവര് 3 യുദ്ധം നടത്തിയെങ്കിൽ ആ യുദ്ധത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഇപ്പോൾ 4ാമത്തെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ യുദ്ധം ഞങ്ങളിവിടെ ഇപ്പോൾ വന്നിട്ട് 34 വർഷം കഴിഞ്ഞു. ഈ പാനിപ്പത്തിൽ വന്നിട്ട് ഞങ്ങളിപ്പോൾ അന്ന് വന്ന ആ സമയം മുതൽ 4ാമത്തെ യുദ്ധം ഞങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവര് വാളും കുന്തൊക്കെ ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഞങ്ങളും ഒരു വാളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഇരുവായത്തിലുള്ള വാളാണ്, ദൈവത്തിന്റെ വചനമാണ്. അവര് ആളുകളെ കൊന്നൊടുക്കിയെങ്കിൽ ഞങ്ങൾ ഇവിടെ ഈ വാൾ ഉപയോഗിച്ച് പാപമംഗലമായി ജീവിച്ച മരണപ്പെട്ട ഭാവികളായ വ്യക്തികളെ ജീവിപ്പിച്ച് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയാവുന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പാനിപ്പത്തിനെ കുറിച്ച് നിങ്ങൾ പ്രത്യേകം അറിയണം. അനേക പാസ്റ്റർമാരിവിടെ വന്നു എങ്കിലും ആർക്കും ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വരുന്നതിന് മുമ്പ് ആരൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഞാൻ ഏതാണ്ട് ഒരു 15 വർഷക്കാലം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ നിന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ പാസ്റ്റർമാരൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ 35 മേൽ പാസ്റ്റർമാരുണ്ട് ഇവിടെ. ആദ്യം ഞങ്ങൾ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ, ഞാനും എന്റെ വൈഫും ഞങ്ങളുടെ മോളെ റൂമിനകത്തിട്ട് പൂട്ടിയിട്ട് രാത്രി ഒരു 12 മണിയാകുമ്പോൾ ഞങ്ങൾ ഈ ദേശം മൊത്തം നടന്നിങ്ങനെ അപ്പൊ അനേക പാസ്റ്റർമാര് അനേക പാസ്റ്റർമാര് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്റെ ഇവിടുത്തെ ഇനീഷ്യൽ സ്റ്റേജില് ഞാൻ 3 പ്രാവശ്യം മർദ്ദിക്കപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം മർദ്ദിക്കപ്പെടുന്നത് ഇവിടുന്ന് ഒരു 33 കിലോമീറ്റർ ദൂരം സഫീദം എന്നൊരു സ്ഥലത്താണ്. എന്റെ 2 ഷോൾഡർ ബാഗ് നിറച്ച് ട്രാക്സും ഗോസ്പൽ പാക്കറ്റ്സുമാണ്. അത് ഞാൻ അവിടെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു യൗവനക്കാരനായ ഒരു മനുഷ്യൻ എന്റെ അടുക്കൽ വന്നു. എന്നോട് ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ്. ഇത് ഭാവികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്ന സന്ദേശമാണ്. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് അവരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ ആ സഹോദരൻ പറയാണ്, ഭായി, ഈ സ്ഥലം ചില പ്രശ്നമുള്ള സ്ഥലമാണ്. ഇവിടുത്തെ RSSകാരുടെയും ശിവസേനക്കാരുടെയും കേന്ദ്രമാണ്. ഞാനൊരു പോലീസ് സ്റ്റാഫാണ്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒന്ന് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ, ഒരു ആപ്ലിക്കേഷൻ എഴുതി തരികയാണെങ്കിൽ പോലീസ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് വരും. ആർക്കും നിങ്ങളൊന്നും തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ പറഞ്ഞു. ഞാൻ ഉടനെ അദ്ദേഹത്തിലൂടെ അങ്ങനെ ഇങ്ങ് വരാമെന്ന് പറഞ്ഞ് ഞാൻ മുഴുവൻ കൊടുത്ത് പോയി. പക്ഷെ മുഴുവനെ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലേക്കല്ലായിരുന്നു. അപ്പൊ ഞാൻ ഈ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷനും ഗോസ്പൽ കൊടുക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അവർ ചിലർ ഒന്നിച്ച് ഒരു തീരുമാനമെടുത്തിട്ട് ഈ വ്യക്തിയെ പറഞ്ഞു വിട്ടതാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇവരെന്നെ കൊണ്ടുപോയത് ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത്, റോഡ് സൈഡിൽ തന്നെ അധികം കടകളൊന്നും ഇല്ലാതെ, അധികം തിരക്കില്ലാത്ത സ്ഥലത്ത് ഒരു ജൗളിക്കടയുണ്ടല്ലോ. ആ ജൗളിക്കടയ്ക്കകത്ത് എന്നെ കൊണ്ടുപോയി അതിനകത്ത് കയറ്റി ഇരുത്തി. ഞാൻ ചെല്ലുമ്പോൾ ഒരു 10-12 പേര് അതിനകത്ത് ഇരിപ്പുണ്ട്. എനിക്കൊരു സ്റ്റൂൾ തന്നെ അതിൽ എടുത്തിരുന്നു. അവർ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നോക്കിയിട്ട് ഇവർ ഓരോരുത്തരും ഇത് ഇറങ്ങിപ്പോവുകയാണ്, കടയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അവസാനം ഞാനും വേറൊരു പയ്യനും മാത്രം അവശേഷിച്ചു. അപ്പൊ ഞാൻ യാദൃശ്യമായിട്ട് പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ നിന്ന് ഒരുത്തൻ എന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന പയ്യനോട് പറയാണ്, നീ എത്രയും പെട്ടെന്ന് വെളിയിൽ വന്നിട്ട് ആംഗ്യ രൂപത്തില് എത്രയും പെട്ടെന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഷട്ടർ അടച്ചോളാൻ പറഞ്ഞു. ഇതാണ് അവന്റെ ആംഗ്യം. ഇത് ഞാൻ കണ്ടു. അപ്പോൾ എന്നോട്, എന്റെ ഹൃദയത്തിൽ ആരോ എന്നോട് പറയുന്നു, ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചാടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു.
ഞാൻ ആ സ്റ്റൂളിൽ നിന്ന് വെളിയിലേക്ക് ഈ വലിയ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഒരു ഡൈവ് ചെയ്യുന്ന പോലെ വെളിയിലേക്ക് ചാടി ചെന്ന് അവരുടെ ഇടയിലേക്കാണ് അവർ 10-11 പേരുണ്ടായിരുന്നു. അവരെല്ലാരും കൂടെ എന്നെ ശരിക്കും അടിച്ചെന്ന് പറഞ്ഞാൽ ഒരു 3-4 അടി എന്റെ മുഖത്തും കഴുത്തിനും പുറത്തും അടിയൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. പിന്നെ എത്ര കൊണ്ടു എന്നൊന്നും എനിക്കറിയില്ല. അപ്പോഴും എന്നോട് പറഞ്ഞ മോനെ ഓടി രക്ഷപ്പെട്ടോളാണ് പറഞ്ഞത്. അങ്ങനെ ഞാന് എങ്ങനെയോ ഒരാളുടെ കാലിനിടയ്ക്കൂടെ കീഴോട്ട് ഇരുന്നിട്ട് ഒരുവന്റെ കാലിനിടയിൽ കൂടെ ഇറങ്ങി ഞാൻ ഓടി. അവരെന്നെ പുറകെ വന്നു അവർക്ക് എന്നെ തൊടാൻ പറ്റിയില്ല, കാരണം ഞാൻ ഓട്ടത്തിന് വളരെ വിരുദ്ധനായിരുന്നു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ആദ്യമായിട്ട്. രണ്ടാമത് ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇസ്രായേൽ എന്ന സ്ഥലത്ത് പോലെ സുവിശേഷ പ്രചരണാർത്ഥം ഞാൻ പോയി. ഞാൻ അന്ന് പോയത് അവിടെ ഒരു സൈക്കിളിലാണ് പോയത്. പോയി സുവിശേഷം പ്രസംഗിച്ച് കൊടുത്ത് അതിലുണ്ടാകുന്ന ബുക്കും പുസ്തകം എല്ലാം കൂടെ ആൾക്കാർക്ക് കൊടുത്ത് മടങ്ങി വരുന്ന സമയത്താണ് വഴി സൈഡിൽ വെച്ച് 4 ചെറുപ്പക്കാര് 2 മോട്ടോർ ബൈക്കിൽ വന്നിട്ട് എന്നെ നന്നായി മർദ്ദിച്ചു. നീ ഞങ്ങളുടെ ആളുകളെ ഈസായി ആക്കാനുള്ള പരിപാടിയാണോ, ക്രിസ്ത്യാനി ആക്കാനുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവരെന്നെ വളരെ ക്രൂരമായി അവരെന്നെ മർദ്ദിച്ചു. എന്റെ സൈക്കിളിനൊക്കെ ഒരുപാട് കേടുവരുത്തി. വലിയ ബുദ്ധിമുട്ടിയാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് കിടന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഒരു 17 കിലോമീറ്റർ ദൂരമുണ്ട് ഇസ്രാനി എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ. മൂന്നാമതായിട്ട് ഞാൻ മർദ്ദിക്കപ്പെടുന്നത് ഉബ്രാഖേടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ചാണ്. അവിടെ വെച്ച് അത്ഭുതകരമായിട്ട് എന്നെ ഒരു സഹോദരൻ എന്നെ രക്ഷിച്ചു. അവിടെ നമുക്ക് 3-4 ഫാമിലി ക്രിസ്തുവിലേക്ക് കടന്നു വന്നു. അവിടെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ആരാധിക്കാൻ പോകാൻ തുടങ്ങി. ഇതുപോലെ സന്ധ്യാസമയത്ത് എല്ലാ വെള്ളിയാഴ്ച വൈകിട്ട് ഞങ്ങളവിടെ ആരാധിക്കും. 10, 15, 10, 20 പേര് അവിടെ കൂടെ വരും. അവരെ വചനം പഠിപ്പിക്കും, അവരെ കൊണ്ട് ആരാധിപ്പിക്കും. അങ്ങനെ അവർക്ക് പ്രാർത്ഥനയിലും ആരാധന വിശ്വാസം വന്നു തുടങ്ങി. അവരവരുടെ പൂജയും പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അവരെ നിർത്തിവെച്ചു. അപ്പോൾ ഗ്രാമത്തിലുള്ളവർക്ക് ഇവരെ കുറിച്ച് പ്രയാസം, കാരണം ഇവര് ക്രിസ്തു മതം അംഗീകരിച്ചു, ഹിന്ദു മതം ഉപേക്ഷിച്ചു. അതിന് കാരണക്കാരായ ഞങ്ങളെ അവർ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ രാത്രി അവിടെ പ്രാർത്ഥിക്കുമ്പോൾ രാത്രി ഒരു 10 മണി അപ്പം എന്റെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഞാൻ താമസിക്കുന്ന 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ആരാധന കഴിഞ്ഞ് പോകാൻ വേണ്ടി തയ്യാറായപ്പോൾ ഒരു 10-18 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു പറയാണ്, ഞങ്ങള് നിങ്ങൾ പോകുന്ന വഴിയേ പോകരുത്. ഞാൻ ചോദിച്ചു അതെന്താണ്? അവിടെ നിങ്ങളെ പ്രതീക്ഷിച്ച് ഒരു 10-15 പേര് കാത്തിരിപ്പുണ്ടെന്ന് തുടങ്ങി. അവിടെ വാളും കമ്പിപടിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നിങ്ങളെ അവർ തീർത്തുകളാനുള്ള പ്ലാനാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. നീ എങ്ങനെ ഇതറിഞ്ഞു? അന്നേരം പറഞ്ഞു, നിങ്ങളുടെ വരവും കാത്ത് ഞാനും അവരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. എന്റെ ഹൃദയത്തിൽ ആരോ എന്നോട് പറയുകയാണ്, നീ ചെന്നേച്ച് അവരോട് പറ ഇതുവഴി വരരുതെന്ന്. അങ്ങനെ ഞാൻ വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ കാര്യം സ്ഥിരീകരിച്ചു. ശരിയായിരിക്കാം, ഞങ്ങളുടെ മെയിൻ വഴിയാണത്, വീതിയുള്ള വഴിയാണ്. പിന്നെ ഞങ്ങൾക്ക് പോകേണ്ട ഒരു കണ്ടത്തിന് നടുക്കൂടെ വേണം പോകാനായിട്ട്. ആ കണ്ടത്തിന് നടുക്കൂടെ ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ എന്റെ ഒരു മോപ്പഡ് ഉണ്ട്, ഗിയർ ഇല്ലാത്തൊരു വണ്ടിയുണ്ട്. വളരെ ലൈറ്റ് ആയിട്ടൊരു വണ്ടിയാണ്, അറിയാമെന്ന് തോന്നുന്നു. മോപ്പഡ് എന്ന് പറയും, പിന്നെ ലൂണ പോലൊരു വണ്ടി. ഓക്കെ, അതിലാണ് ഞങ്ങൾ ചെന്നത്. അപ്പൊ ഞങ്ങള് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്റെ വൈഫ് പുറകിലിരുന്നു. ഞങ്ങള് പിന്നെ ഈ നടപ്പാതയിൽ ഒരു വണ്ടി ഓടിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ രക്ഷപ്പെടുന്നു എന്ന് അവർക്ക് അറിവ് കിട്ടി. കാരണം അവർ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇതുവഴി കണ്ടം വഴി പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ഞങ്ങളുടെ പുറകെ അലറിക്കൂവിക്കൊണ്ട് നിൽക്കടാ, കൂടുതൽ ചീത്തവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പുറകെ വന്നു. ഞങ്ങൾ വണ്ടി ഓടിച്ചു പോവാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ ഞങ്ങൾ പോകുന്ന നടപ്പാതയ്ക്ക് കുറുകെ ഒരു 3-4 അടി വീതിയുള്ള ഒരു തോടുണ്ട്. കാരണം കണ്ടത്തിലേക്ക് വെള്ളം കൊണ്ടുവന്ന് ഒരു അരേറ്റം വരെ താഴ്ചയുള്ള ഒരു തോടാണ്. അതെങ്ങനെ കിടക്കും? വലിയ ബുദ്ധിമുട്ടായി. ഞാൻ വൈഫിനോട് ചാടി അപ്പുറത്ത് കിടക്കാൻ പറഞ്ഞു. അദ്ദേഹം ചാടി അപ്പുറത്ത് കിടന്നു. ഞാന് ഈ മോപ്പഡിന്റെ
ഫ്രണ്ട് വീൽ എടുത്ത് അങ്ങനെ അദ്ദേഹത്തിന് കയ്യിലോട്ട് കൊടുത്തു. അങ്ങനെ പിടിച്ച് വീടാ സൂക്ഷിക്കാൻ പറഞ്ഞു, മറിഞ്ഞു വീടാ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ അതിന്റെ പുറകെ വീലും കൂടെ പിടിച്ച് അപ്പുറത്ത് വെച്ച് ഞങ്ങൾ രണ്ടുപേരും 6 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ 15 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഞങ്ങൾ വീട്ടിൽ ചെന്നത്. ഒരു കാര്യം ഓർത്തോണം, ഞങ്ങൾ എന്റെ മകളെ വീട്ടിൽ പുറത്തുനിന്ന് താഴിട്ട് പൂട്ടി അവൾ അകത്താണ്, അവൾ അകത്ത് കിടക്കുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും അന്ന് സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ മോളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആ സ്ഥലം, അതായത് ഞങ്ങൾ ഓടിപ്പോയ കണ്ടത്തിന് നടപ്പാതയിൽ കൂടി രക്ഷപ്പെട്ടു പോയ ആ നടപ്പാത ഇന്ന് നല്ല വീതിയുള്ള ഒരു റോഡായി മാറി. ആ റോഡിൽ കൂടെ ഇപ്പോഴും ലോറിയും അതുപോലെ വലിയ വലിയ വാഹനങ്ങൾ ഇപ്പോൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ദൈവം തന്റെ മക്കളെ അത്ഭുതകരമായി കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ മക്കളെ, ഈ പാനിപ്പത്തിലും എനിക്കുണ്ടായ 3 അനുഭവങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത്. ഈ 3 അനുഭവങ്ങളല്ല, പിന്നെയോ അനേക അനുഭവങ്ങൾ എന്റെ മുമ്പിൽ വന്നു ഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2002 ഞാനൊരു 21 ദിവസത്തെ ഉപവാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ 21 ദിവസത്തെ ഉപവാസത്തില് 18ാമത്തെ ദിവസം ഉപവാസത്തിൽ സംബന്ധിച്ച പുതുതായി കടന്നു വന്ന ഒരു സഹോദരൻ, ആ സഹോദരന്റെ പേര് റജി എന്നാണ്. ഞങ്ങൾ ആരാധനയുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. ആരാധന കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, എന്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞു, അമ്മാമേ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരിൽ ഒരാളുടെ ശരീരത്ത് ഒരു വലിയ മുഴയുണ്ട്, അത് വളരെ അപകടം പിടിച്ച സ്ഥിതിയിലേക്ക് പോകുന്നു. അമ്മാമെ ആരോടെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. ആരാധനയ്ക്ക് സംബന്ധിക്കുന്ന ഓരോ സഹോദരിമാരോടും എന്റെ വൈഫ് മാറി മാറി ചോദിച്ച്, നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ മുഴയുണ്ടോന്നു. അവരെല്ലാം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരൻ പറയുകയാണ്, ദൈവാത്മാവ് കള്ളം പറയത്തില്ലല്ലോ, ദൈവം എന്നെ കാണിച്ചതാണ്, അങ്ങനെ മുഴയുള്ള ഒരു വ്യക്തി നമ്മുടെ ആലയത്തിലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വന്ന സഹോദരിമാരാരും അതിനെക്കുറിച്ച് പറയുന്നില്ല, അവരുടെ ശരീരത്ത് ആ മുഴയുണ്ടെന്ന്. പിറ്റേ ദിവസം രാവിലെ 19ാമത്തെ ദിവസം ഉപവാസത്തിന്റെ എന്റെ വൈഫ് കുളിക്കുവാനും വേണ്ടി ബാത്റൂമിൽ ചെന്നു. കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് എന്തോ ഒരു സംശയം തോന്നി പുള്ളിയുടെ ശരീരത്ത്. എന്റെ അടുക്ക് വന്നു പറഞ്ഞു, ഇന്നുപോലിരിക്കുന്ന വിഷയം, റജി കണ്ട ദർശനം മറ്റു സഹോദരിമാരുടെ ശരീരത്തിലല്ല, പിന്നെയോ എന്റെ ശരീരത്തിലാണ്. ആ ദർശനത്തിൽ ആ സഹോദരൻ പറഞ്ഞത്, ആ മുഴ വളരെ അപകടസ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ അതിന്റെ മുകളിൽ കർത്താവിന്റെ കരം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഉപവാസം കഴിഞ്ഞു, 21 ദിവസത്തെ ഉപവാസം കഴിഞ്ഞു. 22ാമത്തെ ദിവസം എനിക്ക് വളരെ ക്ഷീണമുണ്ടായിരുന്നു. 23ാമത്തെ ദിവസം ഞാൻ എന്റെ വൈഫുമായിട്ട് ഈ പാനിപ്പത്തിലുള്ള ഒരു ഫേമസ് ആയ ഡോക്ടറുടെ അടുക്കൽ ചെന്നു. അദ്ദേഹം ചെക്കപ്പ് ചെയ്ത് പറഞ്ഞു, ഒരു മെമ്മോഗ്രാഫി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്ന് ഒരു മെമ്മോഗ്രാഫി എടുത്തു. ആ മെമ്മോഗ്രാഫി നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഭാര്യ, എന്റെ വൈഫിനെ വെളിയിൽ ഡോക്ടർ മുറിയിൽ നിന്ന് വെളിയിലേക്ക് വിട്ടിട്ട് എന്നെ മാത്രം അദ്ദേഹം മുറിയിലിരുത്തി ആ തന്റെ ഡോർ അടച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വൈഫിന്റെ ബ്രസ്റ്റില് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അത് ഏതാണ്ട് 3ാം സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അത് അപകടസ്ഥിതിയിലേക്ക് നീങ്ങിയെന്ന് ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു തന്നത്.
3-ാം സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വൈഫ് വെറും 2 മാസത്തെ ഗ്യാരണ്ടിയെ നിങ്ങളുടെ വൈഫിനുള്ളതെന്ന് പറഞ്ഞു. ക്യാൻസറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ അറിവുള്ളവരായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. 1-ാം സ്റ്റേജും 2-ാം സ്റ്റേജും ക്യൂറബിൾ ആണെന്ന് പറയാനൊക്കത്തില്ല, പക്ഷെ അത് പ്രിവെന്റബിൾ ആണ്. ഓപ്പറേഷൻ ചെയ്ത് കീമോ കൊടുത്ത് റേഡിയേഷൻ കൊടുത്ത് ചില നാളത്തേക്കും കൂടെ ജീവിച്ചിരിക്കാനുള്ള ഗ്യാരണ്ടി നമുക്ക് ലഭ്യമായിരിക്കും. പക്ഷെ 3-ഉം 4-ഉം സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ആളെ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. എന്റെ കാൽച്ചുവട്ടിൽ നിന്നും ഭൂമി മണ്ണൊലിച്ചു പോയോ എന്നൊരു തോന്നലിരിക്കുണ്ടായി. എന്റെ വൈഫിനോട് ഞാൻ പറഞ്ഞില്ല, കാരണം 2 മാസത്തെ ഗ്യാരണ്ടിയാണ് ആ ഡോക്ടർ പറഞ്ഞത്. അവള് ടെൻഷൻ കൊടുക്കരുത്, ഇഷ്ടമുള്ള ആഹാരമൊക്കെ വാങ്ങിക്കൊടുക്കുക, കാണേണ്ടവരെയൊക്കെ കണ്ടോ, കേരളത്തിൽ പൊക്കോ, 2 മാസത്തെ ഗ്യാരണ്ടിയുള്ളൂ. ഞങ്ങളുടെ തീരുമാനം, നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഞങ്ങളുടെ തീരുമാനം, പ്രത്യേകിച്ച് പാനിപ്പത്തിനെ കുറിച്ചുള്ള ഞങ്ങളുടെ തീരുമാനം, ജീവിക്കുന്നുവെങ്കിൽ പാനിപ്പത്തിൽ, മരിക്കുന്നുവെങ്കിൽ പാനിപ്പത്തിൽ. തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള യാതൊരു തീരുമാനവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ ഒരു തുണ്ട് ഭൂമി പോലുമില്ല. ഞങ്ങൾക്ക് വീടില്ല, ഒരു തുണ്ട് ഭൂമിയില്ല. നാട്ടിൽ വല്ലപ്പോഴൊക്കെ പോയാൽ അനുജന്റെ കൂടുതലാണ് താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് വിശ്വാസം എല്ലാവരുടെ വിവരം പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്കറിയാവുന്നവരൊക്കെ ഞാൻ വിളിച്ച് വിവരം പറഞ്ഞു ജോലിയിരിക്കുന്നു, എന്റെ വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ് വിഷയം. എല്ലാ സ്ഥലങ്ങളും ആളുകൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞങ്ങളുടെ വിശ്വാസ കുടുംബങ്ങളൊക്കെ ഓരോരുത്തർ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദറാദൂണിൽ ഹെർബർട്ട്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡോക്ടർ സാബു തോമസ് ആണ് എന്റെ വൈഫിന്റെ ഓപ്പറേഷൻ നടത്തിയത്. കീമോതെറാപ്പി കഴിഞ്ഞു, റേഡിയേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു, പാസ്റ്റേ ഭാരപ്പെടേണ്ട, ഒരു 25 വർഷത്തെ ഗ്യാരണ്ടി ഞാൻ തരികയാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ഡോക്ടർ പറഞ്ഞു വെറും 2 മാസത്തെ ഗ്യാരണ്ടി ഉള്ളത്. ഇദ്ദേഹം പറയുന്നത് 25 വർഷത്തെ ഗ്യാരണ്ടി. എന്റെ വൈഫിന്റെ റൈറ്റ് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അദ്ദേഹം വളരെ ക്ഷീണിതയായിരുന്നു. അത് റിക്കവറി ഒക്കെ ചെയ്തു വന്നു. വീണ്ടും മിനിസ്ട്രിയിലേക്ക് പ്രവേശിച്ചു. ഞങ്ങൾ ഇരുവരും അനേക ഗ്രാമങ്ങളിൽ പോകാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് കയറി എന്ന് പറഞ്ഞോട്ടെ, പാനിപ്പത്ത് ഒരു ഡിസ്ട്രിക്ട് പ്ലേസ് ആണ്. 232 ഗ്രാമങ്ങൾ ഈ ഡിസ്ട്രിക്റ്റിനകത്തുണ്ട്. അതിൽ 165 ഗ്രാമങ്ങളിൽ പോകാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം 2021 എന്റെ വൈഫിന് വീണ്ടും അല്പം ബ്ലീഡിങ് വരാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു നമുക്ക് ഡോക്ടർ ചെക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ചെക്കപ്പ് ചെയ്തു, മറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു, സ്കാൻ ചെയ്തു. സ്കാനാണ് ചെയ്ത്, അൾട്രാസൗണ്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞു യൂട്രസിനകത്തും ഒരു മുഴയുണ്ട്. അതായത് 21 വർഷത്തിന് ശേഷം വീണ്ടും തന്റെ യൂട്രസിനകത്ത് ക്യാൻസർ പ്രത്യക്ഷമായി. ട്രീറ്റ്മെന്റിന് വേണ്ടി ലുധിയാനയുള്ള CMC-യിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് ഡോക്ടർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷനുള്ള സകല കാര്യം ഞങ്ങൾ ക്രമീകരിച്ചു കൊടുത്തു. ആ ഡോക്ടർ വന്നിട്ട് എന്റെ വൈഫും ഞാനും എന്റെ മോളും ഇരിക്കുമ്പോൾ പറയുകയാണ്, ടേബിളിൽ വെച്ച് തന്നെ ഇവര് മരിച്ചു പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. അതൊരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം അവർ വന്നിച്ച് പറയുകയാണ് ടേബിളിൽ വെച്ച് തന്നെ മരിച്ചു പോകുന്നു. അത്ര സീരിയസ് ആണ്. ഞാൻ പറഞ്ഞു, പക്ഷേ ആ ഡോക്ടറെ, ഞങ്ങള് ഒരു ആശ്വാസം പ്രാപിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങൾ പറയാം മരിച്ചു പോകുന്നു. അവിടെ കൊണ്ട് അഡ്മിറ്റും ചെയ്തു. നാളെ രാവിലെ ഓപ്പറേഷനാണ്. നാളെ രാവിലെ ഓപ്പറേഷൻ.
ഇന്ന് വൈകിട്ട് എന്റെ വൈഫിന് ഉറക്കമില്ല. കാരണം ഓപ്പറേഷൻ ചെയ്യുന്ന ടേബിളിൽ വെച്ച് തന്നെ മരിച്ചു പോകുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. ഉറക്കം വരുന്നില്ല, പരിഭ്രാന്തി അദ്ദേഹത്തെ ബാധിച്ചു, BP ഹൈ ആയി, ഷുഗറിന്റെ ലെവല് ഹൈ ആയി, ആകെ ഒരു വല്ലാത്ത അന്തരീക്ഷം. രാത്രി 12 മണിക്ക് ലോകത്തിലാരും ഇന്ന് വരെയും ഒരാശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് മടങ്ങി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്റെ ഡയറക്ടർ ഡോക്ടർ അലക്സ് അബ്രഹാമിനെ വിളിച്ച് വിവരം പറഞ്ഞു, ഇന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് മേടിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ രാത്രി അവിടെ ആരുമില്ലല്ലോ, എങ്ങനെ മേടിക്കുന്നു പറഞ്ഞു. പാസ്റ്റർ കൗണ്ടറിൽ ചെന്ന് വിവരം പറയാൻ പറഞ്ഞു. ഞാൻ കൗണ്ടറിൽ ചെന്ന് ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞു. രാത്രി 12 മണി ആയപ്പോൾ ഞാൻ ഡിസ്ചാർജ് മേടിച്ചു. ഞാൻ എന്റെ വൈഫിനെ എന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നു. മുറിയിൽ വന്നതിന് ശേഷമാണ് പുള്ളിക്കാരിക്കാർ ആശ്വാസം വന്നത്. വീണ്ടും ഞങ്ങൾ ഒരാഴ്ച കൂടെ അവിടെ നിന്നു. വീണ്ടും പഴയ സ്ഥലത്തേക്ക് ഹെർബത്പൂർ ദറാദൂണിലേക്ക് ഞങ്ങളെ പറഞ്ഞു. അവിടെ ചെന്ന് ഒരു ഡോക്ടർ, ഒന്നാന്തരം പെന്തോക്കസ്കാരൻ ഡോക്ടർ ബിജു അല്ലേ, ഡോക്ടർ ബിജു പെന്തോക്കസ്കാരൻ, അവരെല്ലാം കൂടെ ചുറ്റും കൂടെ ഇരുന്ന് എന്റെ വൈഫിന് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം അനുശേഷ കൊടുത്ത് 2 മാസം ടേബിളിൽ വെച്ച് തന്നെ മരിക്കുമെന്ന് പറഞ്ഞ ആ കേസ് ദൈവം അത്ഭുതമായിട്ട് വിടുവിച്ചിട്ട് ഇന്നിപ്പോൾ 2 വർഷം കഴിഞ്ഞിരിക്കുക. ദൈവം ഞങ്ങളെ എന്റെ വൈഫിനെ അത്ഭുതമായി വിടുവിച്ചു. ഇന്ന് ശരീരത്തിന് വളരെ വീക്കാണ്, ആരോഗ്യവും ഒക്കെ വളരെ കുറവാണ്. എങ്കിലും ശുശ്രൂഷയുടെ ബന്ധത്തില് ഞാൻ എവിടെ പോയാലും എന്റെ കൂട്ടത്തിൽ വരും, എത്ര വേദനയാണെങ്കിലും കടന്നു വരും. അപ്പോൾ അങ്ങനെ ആണ് ഞങ്ങളുടെ ശുശ്രൂഷ. ദൈവത്തിന്റെ പേരില് ഞാൻ ചില കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു 42 വർഷം കഴിഞ്ഞു. ഈ 42 വർഷത്തില് ഇന്ന് വരെ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളൊപ്പം ആരാധിക്കാൻ അനേകരുണ്ട്. ഞങ്ങൾ വളരെ ഞെങ്ങിയാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ടൊരു സ്ഥലമില്ല. ഞാൻ താമസിക്കുന്ന വീടിന് 8000 രൂപ അതിന്റെ വാടകയാണ്. ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്ഥലം എടുത്തിരിക്കുന്നത് 8500 രൂപയാണ്. എല്ലാം കൂടെ എനിക്ക് ഒരു മാസം വാടക തന്നെ 16500 രൂപ. അതിന്റെ കറണ്ട് ചാർജും മറ്റും കാര്യങ്ങളും. ഒരു നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് ഒരു മാസം ജീവിക്കാൻ വേണ്ടി വേണം. ഞങ്ങൾ എങ്ങനെയാണ് ഒരു അല്പ സ്ഥലം മേടിച്ചിട്ട് ഒരു ആലയം ഉണ്ടാക്കുന്നത്? എന്റെ ആഗ്രഹം ഇവിടെ ഒരു 3 സെന്റ് സ്ഥലം വേണം. ആ 3 സെന്റ് സ്ഥലത്തിനകത്ത് താമസിക്കാൻ താമസ സൗകര്യം ഇല്ലെങ്കിലും സാരമില്ല, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു സ്ഥലം വേണം. ആരാധനയുടെ ശബ്ദം കൂടുമ്പോഴത്തേക്കിന് അയൽവാസികളും വീട്ടുടമസ്ഥനും ഒക്കെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. ചില വന്ന ചോറ ഇപ്പൊ തന്നെ ഖാലിയാക്കണമെന്ന് പറയും. ഞങ്ങൾ എവിടെ പോകാനാ? ഒരു സൗകര്യവും ഇല്ല ഞങ്ങൾക്ക്. ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഷിഫ്റ്റ് ചെയ്യുന്നവർക്കറിയാം അതിന്റെ പ്രയാസം എന്താണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, എന്നെ നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ നിശ്ചയമായും ആ ഒരു വിഷയത്തിന് വേണ്ടി കരം നീട്ടുക, സഹായിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ സഭയായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്റെ മൂത്ത മകൻ മരിച്ചുപോയി. ഇളയ മകള്, അവളും ഇപ്പോൾ ഞങ്ങളോടൊപ്പം മിനിസ്ട്രിയിലാണ്. ഈ പാനിപ്പത്ത് തന്നെ, കാരണം അവര് ലുധിയാനയിലായിരുന്നു. എന്റെ വർക്ക് ഒരുപാട് ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പോൾ
എല്ലാം കൂടെ നോക്കി നടത്താൻ എനിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ എന്റെ മകളെയും മരുമകനെയും കൂടെ ഇവിടേക്ക് വരുത്തി. ഞാൻ താമസിക്കുന്ന ഒരു 6 കിലോമീറ്റർ ദൂരെയാണ് അവർ മിനിസ്റ്റർ ചെയ്യുന്നത്. അവരുടെയും സഭ ഒരു വലിയ സഭയാണ്. പാനിപ്പത്തിൽ അനേക പാസ്റ്റർമാരിപ്പോൾ വർക്ക് ചെയ്യുന്നു. അന്ന് സ്ഥാനീയ വിശ്വാസികൾ ആരുമില്ലാതിരുന്നപ്പോൾ ഇന്ന് ഏറ്റവും കുറഞ്ഞത് ഈ പാനിപ്പത്തിൽ ഏറ്റവും കുറഞ്ഞ 15,000 വിശ്വാസികളെ നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും. 35-ലധികം പാസ്റ്റർമാർ ഇന്ന് പാനിപ്പത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. എന്റെ മോളും മരുമോനും അവരും വർക്ക് ചെയ്യുന്നു. എന്നെ 6 കിലോമീറ്റർ ദൂരെ. ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഈ സാക്ഷ്യത്തിൽ കൂടെ ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ വൈഫിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പോഴും അദ്ദേഹം ശാരീരികമായിട്ട് ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് വന്നേ. അടുത്ത ആന്റി ഇരുന്നാട്ട് അവിടെ സ്ഥലം ഇരിക്കാം. ഓക്കെ ആന്റി. ഓക്കെ പ്രൈസ് ലോർഡ്. ആന്റി എങ്ങനെയുണ്ട് ഇപ്പൊ ശരീരത്തിന്? എനിക്ക് കിഡ്നിക്ക് പ്രോബ്ലം ആണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ക്രിയാറ്റിൻ കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്, BP ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും കർത്താവ് നടത്തുന്നു, അത്ഭുതകരമായിട്ട് നടത്തുന്നു. ആമേൻ. പാസ്റ്റർ പറഞ്ഞു ആന്റി ദേവദാസിന്റെ കൂടെ ഇപ്പോഴും മിനിസ്ട്രിയിൽ കടന്നു പോകുമെന്ന്. എന്നും പോകും. തണുപ്പായിരുന്നാലും ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇപ്പൊ തണുപ്പ് കൂടുതലാവുമ്പോൾ ഞാൻ പോകാറില്ല. എന്റെ കൂടെ 2 സഹോദരിമാര് വർക്ക് ചെയ്യുന്നുണ്ട്. അവരോടൊപ്പം പോകും ഗ്രാമങ്ങളിലൊക്കെ. ആന്റി ഒരുപാട് വർഷങ്ങളായി കർത്താവിന്റെ വേലയില് കർത്താവ് ആന്റിയെ ഉപയോഗിക്കുന്നല്ലോ. ഇനി കർത്താവ് ദീർഘായുസ്സും ആരോഗ്യവും ബലവും ശക്തിയും എല്ലാം ദൈവം നൽകി തരും. ദൈവം നമ്മളെ ഒരിക്കലും കർത്താവിന്റെ ബലത്തോടെയാ നടക്കുന്നത്. ആ ബലവും കരുണയും ഇല്ലായിരുന്നെങ്കിൽ എന്നെ പട്ടുപോകുമായിരുന്നു. ദൈവമായിട്ട് നമ്മളെ നടത്തുന്നു, എന്നെ ബലപ്പെടുത്തുന്നു. കാലിനൊന്നും ബലമില്ല. കാരണം നടക്കാൻ അധികം പറ്റുന്നില്ല. ഈ പ്രോട്ടീൻ ഇല്ലാത്ത കാരണം, പ്രോട്ടീനുള്ള ആഹാരം കഴിക്കാൻ മേലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ബലക്കുറവേ ഉള്ളൂ. പക്ഷെ ആ അതെല്ലാം കർത്താവ് പൂർത്തിയായിട്ട് ചെയ്തു തരുന്നു. ആകാവുന്നിടത്തോളം കർത്താവിന്റെ വേല ചെയ്യുക. അതാണ് എന്റെ ക്രിയാറ്റിൻ ഉള്ളതുകൊണ്ട് പ്രോട്ടീന്റെ ലീക്കേജ് കാണും. ദൈവം നടത്തുന്നത്രോ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകണം. മരണം വരെയും ദൈവത്തിന്റെ വേലയിലായിരിക്കണം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോടുകൂടെ ആണ് എന്റെ പോക്ക്. കാരണം എന്നോട് തണുപ്പ് വരുമ്പോൾ പറയും നാട്ടിൽ പോകണം. പക്ഷെ ഞാൻ നാട്ടിൽ പോകുകയല്ല. ഞാൻ പറഞ്ഞു മരിക്കുന്നുവെങ്കിൽ ഞാൻ തീരുമാനമെടുത്തു വന്നതാണ്. കർത്താവിന്റെ വേലയിൽ ഇവിടെ തന്നെ കർത്താവിന്റെ വേല ചെയ്യും. മരിക്കുന്നുവെങ്കിൽ ഇവിടെ. അഥവാ ഞാൻ നാട്ടിൽ പോയി എന്നെ അവിടെ മരിച്ചാൽ എന്നെ അവിടെ ഇടരുത്, എന്നെ കൊണ്ട് ഇവിടെ ഇടാവുള്ളെന്നാണ് എന്റെ ഇഷ്ടം, എന്റെ തീരുമാനം. കാരണം ഞാൻ ദൈവത്തോട് അതുപോലെ പ്രോമിസ് ചെയ്തതാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തിട്ട് പാനിപ്പത്തിൽ ഇനി അനേക വർഷങ്ങൾ ജീവിച്ച് ആരോഗ്യത്തോടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാന് ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനവും അനുഗ്രഹിക്കപ്പെട്ട ആരാധനാലയം ഒക്കെ കർത്താവ് നൽകി തരട്ടത് കാണുവാന് ദൈവം ഒരു ഭാഗ്യം ഈ നൽകി തരട്ടെ. ഇനിയും വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുന്നു. കർത്താവിന്റെ വരവ് താമസമെങ്കില് ദേവദാസനും കുടുംബത്തിനും കർത്താവ് അതൊക്കെ നൽകി തരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ ആന്റി. ഓക്കെ, ദേവദാസനെ കണ്ടിന്യൂ ചെയ്താട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ തീരുമാനം പാനിപ്പത്തിൽ മരിക്കുക എന്നുള്ളതാണ്. നാട്ടിലേക്ക് പോകാൻ ഞങ്ങൾക്കൊരു പ്ലാൻ ഇല്ല. വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക്, പക്ഷെ ഞങ്ങൾക്കൊരു ആരാധനാലയം വേണം. അതിനുവേണ്ടി താമസിക്കുന്നത് ഞാൻ വാടകയ്ക്കാണെങ്കിലും ഞാൻ അങ്ങനെ സഹിച്ചോളാം. പക്ഷെ ഈ കൂടെ ആരാധനാലയം ചേഞ്ച് ചെയ്യുക, ആളുകൾ നമുക്ക് സ്വന്തമായ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. എനിക്കിപ്പോ വയസ്സ് 65 കഴിഞ്ഞു. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ,
നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതായത് ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്ഥിരമായ ഒരു താമസ സൗകര്യമോ അല്ലെങ്കിൽ ഒരു ആലയവും എനിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കള് ആ ഒരു വിഷയത്തിന് വേണ്ടി എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ, ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ വിരമിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും വേഗം വരുന്നവനാണ് യേശുനാമത്തിൽ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഞാനും നിങ്ങളെ പ്രത്യേകിച്ച് ഈ ചാനലിന് വേണ്ടി സിസ്റ്റർ റേച്ചൽ സഹോദരിയുടെ ചാനലിൽ വരുവാൻ ദൈവം എന്നെ ഇടയാക്കി. ഞാൻ പ്രിയ സഹോദരിക്കും കുടുംബത്തിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകലവർക്കും ഹല്ലേലൂയ വേഗം വരുന്നതാകുന്ന യേശു നാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് അതിന്റെ വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ ഒരുമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. ദേവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നിനക്ക് സ്തോത്രം, നിനക്ക് സ്തോത്രം, നിനക്ക് സ്തോത്രം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല കർത്താവേ, ഈ നല്ല മധ്യാഹ്ന സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ചാനൽ വഴി കർത്താവേ ഹല്ലേലൂയ നിന്നെ കർത്താവ് ഈ ചാനലിനെ ശ്രമിക്കുന്ന ഓരോരുത്തരെയും കാണുവാനും അവരോട് സംസാരിപ്പാനും കർത്താവെ നൽകിയ കൃപയ്ക്കായി ഞാൻ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു പിതാവേ. കർത്താവെ, ഈ ചാനൽ ഹല്ലേലൂയ അനേകർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണം. അനേകരെ നിങ്ങളെ എന്റെ രാജ്യത്തിലേക്ക് നേടുവാൻ തക്കോണം ഇടയായി തീരണം കർത്താവെ. അതിനുവേണ്ടി കർത്താവെ പിന്നിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റർ റേച്ചലിനായി അദ്ദേഹത്തിന്റെ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. അനേകത്തിന്റെ വേലക്കാരെ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ തക്കോണം നിന്റെ മകൾക്ക് നീ കൊടുത്ത ആ വലിയ ഭാരത്തിന് വേണ്ടി ബർഡന് വേണ്ടി ഞാൻ അങ്ങേക്ക് നന്ദി കരറ്റുന്നു പിതാവേ. നിന്റെ ദാസിക്ക് ആയുസ്സും ആരോഗ്യം ബലവും കൊടുത്താട്ട് പിതാവേ. അനേക ദാസന്മാരെയും ദാസിമാരെയും പരിചയപ്പെടുത്തുവാൻ ഈ ചാനലിൽ കൂടെ പരിചയപ്പെടുത്തുവാൻ നീ അവർക്ക് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. ഇതിനുവേണ്ടി കർത്താവേ ആവശ്യമാകുന്ന സകല സാഹചര്യങ്ങളെയും സകല സാധ്യതകളെയും കർത്താവേ നീ അവിടുന്ന് ഒരുക്കി കൊടുക്കുമാറാകണമേ പിതാവേ. ഹല്ലേലൂയ. അവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, തന്റെ ദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചാട്ടെ പിതാവേ. എല്ലാവരും നന്മ കൊണ്ട് നിറച്ചാട്ടെ പിതാവേ. കേൾക്കുന്ന എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളെ കൊടുത്ത് മാനിച്ചാട്ടെ. പ്രാർത്ഥകടനായ സ്തോത്രം യേശുവിന്റെ വലിയ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണം നല്ല പിതാവേ. ആമേൻ. 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 പാസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ.